Good evening. I am Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing third year MBBS in AIMS Nagpur. ഇന്ന് നമ്മൾ പാർട്ട് 3 ഓഫ് ബയോമോളിക്യൂൾസ് കാണും. ആൻഡ് നമുക്കിനി ബാക്കിയുള്ളത് ഒരു എൻസൈമിന്റെ ക്ലാസിഫിക്കേഷൻ, സമ്മറി ആൻഡ് ലാസ്റ്റ് NCERT സൊല്യൂഷൻ. ഇന്നലെ ജസ്റ്റ് പഠിപ്പിച്ചൊന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്നത്തെ പോർഷനിലേക്ക് പോവാണ്. ഇന്നലെ നമ്മൾ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് പഠിച്ചു. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസിൽ നമ്മൾ ഡയഗ്രാം കണ്ട പോലെ തന്നെ പ്രൈമറി സ്ട്രക്ചർ വിച്ച് ഇസ് സ്പെസിഫിക് ആണ്, ഫംഗ്ഷണൽ അല്ല എന്ന് കണ്ടു. ആൻഡ് സെക്കൻഡറി സ്ട്രക്ചറിൽ എന്തൊക്കെ ഉണ്ട്? ആൽഫ ഹെലിക്സും ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്സും ഉണ്ട്. ആൻഡ് വുളൻ ലൈക്ക് ടെർഷ്യറി സ്ട്രക്ചർ വിത്ത് ഹൈഡ്രജൻ ഡൈസൾഫൈഡ് ബോൺസ്. അതെങ്ങനെയാ? അതിലാണ് അത് നെസസറി ആണ് എന്തിന്? പ്രോട്ടീൻസിന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടി ടെർഷ്യറി സ്ട്രക്ചർ ആബ്സല്യൂട്ട്ലി നെസസറി എന്ന് കണ്ടു. ആൻഡ് ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ്സോ സബ് യൂണിറ്റ്സോ വെച്ച് ഉണ്ടാക്കുന്ന പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ വിച്ച് ഇസ് കോൾഡ് ക്വാട്ടർണറി സ്ട്രക്ചർ. എക്സാമ്പിൾ എന്താ കണ്ടത്? ഹ്യൂമൻ ഹീമോഗ്ലോബിൻ, അഡൾട്ട് ഹ്യൂമൻ ഹീമോഗ്ലോബിൻ. അതിൽ എത്ര സബ് യൂണിറ്റ്സ് ഉണ്ട്? 4 സബ് യൂണിറ്റ്സ് ഉണ്ട്. ആൻഡ് അതിൽ 2 ഐഡന്റിക്കൽ ആണ്. അതിന്റെ മോളിക്കുലർ ഫോമിൽ എങ്ങനെ വരും? ആൽഫ 2 ബീറ്റ 2 എന്ന് വരും. അതിലെങ്ങനെയാ ഈ ഫോൾഡഡ് പോളിപെപ്റ്റൈഡ്സ്, ഒന്നിൽ കൂടുതലുള്ള പോളിപെപ്റ്റൈഡ്സ് ഫോൾഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ഇരുന്ന് ആ ഡയഗ്രാം കാണുന്നത് പോലെ നമുക്ക് എന്തിന്റെ സ്ട്രക്ചർ കിട്ടും? ക്വാട്ടർണറി സ്ട്രക്ചർ കിട്ടും. ആൻഡ് പിന്നെ നമ്മൾ എൻസൈംസിനെ കണ്ടു, എൻസൈംസിന്റെ ഇമ്പോർട്ടൻസ് കണ്ടു. ആൻഡ് ഒരു സബ്സ്ട്രേറ്റ് എങ്ങനെ പ്രോഡക്റ്റ് ആവും എന്നുള്ളത് കണ്ടു. ആൻഡ് കെമിക്കൽ റിയാക്ഷൻസിന്റെ റേറ്റ് എങ്ങനെയാ എൻസൈം ബാധിക്കുന്നതെന്ന് കണ്ടു. ആൻഡ് അത് കഴിഞ്ഞ് നമ്മളൊരു എക്സാമ്പിൾ കണ്ടു, എങ്ങനെ കാർബോണിക് ആസിഡ് ഉണ്ടാകുന്ന റിയാക്ഷനിൽ എൻസൈമായിട്ട് വരുന്ന കാർബോണിക് എൻഹൈഡ്രേസ് ഇല്ലെങ്കിലും 1 hour 200 molecules ഓഫ് കാർബോണിക് ആസിഡ് ഫോം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ദ സെയിം റിയാക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം കാർബോണിക് ആൻഹൈഡ്രേസ് എന്ത് പറ്റും? റിയാക്ഷൻ എത്ര ടൈംസ് ആണ് ആക്സിലറേറ്റ് ആയത്? 10 million times ആക്സിലറേറ്റ് ആയി. ആൻഡ് 6 lakhs molecules ആണ് ഫോം ചെയ്തത് ഇൻ എവറി സെക്കൻഡ്. ആൻഡ് നമ്മൾ മെറ്റബോളിക് പാത്വേ എന്താണ് കണ്ടു, അതിന്റെ എക്സാമ്പിൾസ് കണ്ടു. അത് കഴിഞ്ഞ് എങ്ങനെ നമ്മൾ എൻസൈംസ് എങ്ങനെയാണ് കെമിക്കൽ കൺവേർഷൻസിനെ ഇത്രയും ഹൈ റേറ്റിലേക്ക് കൊണ്ടുവരുന്നതെന്ന് കണ്ടു. ആൻഡ് നമ്മൾ ആ കോൺസെപ്റ്റ് ഓഫ് ആക്ടിവേഷൻ എനർജി ആൻഡ് എക്സോതെർമിക്കലും എൻഡോതെർമിക് റിയാക്ഷനും ഗ്രാഫിന്റെ ഡിഫറൻസ് കണ്ടു. ഈ ഗ്രാഫ് തന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. എന്ത് ഐഡന്റിഫൈ ചെയ്യണം? ഒരു റിയാക്ഷൻ സബ്സ്ട്രേറ്റ് ടു പ്രോഡക്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ട്രാൻസിഷൻ സ്റ്റേറ്റ് വഴി ആക്ടിവേഷൻ എനർജി വിത്തൗട്ട് എൻസൈം എങ്ങനെ പോകും, അതേ സാധനം വിത്ത് എൻസൈം വന്നാൽ ആക്ടിവേഷൻ എനർജിക്ക് എത്ര ഡിഫറൻസ് വരും നമ്മൾ കണ്ടു. ഇനി നമ്മൾ എന്ത് കണ്ടു? നേച്ചർ ഓഫ് എൻസൈം റിയാക്ഷൻ കണ്ടു. ആൻഡ് എൻസൈം ആക്ഷന്റെ റേറ്റ് കണ്ടു. അതേപോലെ തന്നെ കാറ്റലിറ്റിക് സൈക്കിൾ, ഒരു എൻസൈം ആക്ഷന്റെ കാറ്റലിറ്റിക് സൈക്കിൾ, അത് എങ്ങനെയാണ് ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ആദ്യം എന്തുണ്ടാവും? ടോട്ടൽ 4 സ്റ്റെപ്സ് നമ്മൾ കണ്ടിരുന്നു. അതിൽ ആദ്യത്തത് എങ്ങനെയാ? സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈമുമായിട്ട് ഫിറ്റ് ആവും. അവരങ്ങനെ ഫിറ്റ് ആയിട്ട് മാക്സിമം ടൈറ്റ് ആവാൻ വേണ്ടി അങ്ങനെ ഓൾട്രേഷൻ നടക്കും. എന്തില്? എൻസൈമിന്റെ ഷേപ്പില്. എന്തുകൊണ്ട്? സബ്സ്ട്രേറ്റ്, നമ്മുടെ സബ്സ്ട്രേറ്റുമായിട്ട് എൻസൈമിന് മാക്സിമം ടൈറ്റ്ലി ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി. ആൻഡ് അത് കഴിഞ്ഞ് എന്താ പറ്റുക? ഏറ്റവും പ്രോക്സിമിറ്റിയിൽ ഉള്ളൊരു ബോണ്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ കെമിക്കൽ ബോണ്ടിന്റെ ബ്രേക്കേജും പുതിയ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സിന്റെ തമ്മിലുള്ള ബോണ്ടിന്റെ ഫോർമേഷനും നടക്കും. അത് കഴിഞ്ഞ് എന്താ പറ്റുക? അത് കഴിഞ്ഞ് എൻസൈം റിലീസ് ചെയ്യും എന്തിനെ? പ്രോഡക്ട്സിന്. ആൻഡ് ആ ബാക്കി വരുന്ന എൻസൈമിന് എന്ത് ചെയ്യും? വേസ്റ്റ് ആയി പോവുകയല്ല ചെയ്യുന്നത്. ആ ബാക്കി വരുന്ന എൻസൈം ഇനി ഒന്നും കൂടി ഇതേ കാറ്റലിറ്റിക് സൈക്കിളിൽ കൂടി അണ്ടർഗോ ചെയ്യാൻ വേണ്ടിയില്ല അടുത്ത മോളിക്യുലർ സബ്സ്ട്രേറ്റിനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതങ്ങനെ റീയൂട്ടിലൈസ്ഡ് ആവും. ആൻഡ് നമ്മൾ അടുത്ത പോയിന്റ് കണ്ടത് എൻസൈം ആക്ടിവിറ്റീനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് കണ്ടു. എന്തൊക്കെ കണ്ടു? ടെമ്പറേച്ചർ ആൻഡ് pH ഉം കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റും. ആൻഡ് നമ്മൾ എന്ത് കണ്ടു? എഫക്ട് ഓഫ് ചേഞ്ച് കണ്ടു. എന്തിന്റെ? ഗ്രാഫും കണ്ടു. pH ചേഞ്ചിന്റെയും ടെമ്പറേച്ചർ ചേഞ്ചിന്റെയും കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റും വെച്ച് എങ്ങനെയാണ് എൻസൈം ആക്ടിവിറ്റിയിലെ ഡിഫറൻസ് എന്ന്. പിന്നെ ആ ഗ്രാഫ് തന്നാൽ ഏത് ഫാക്ടറെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ആൻഡ് ആ പോയിന്റ്സ്, ഓരോ മാർക്ക് ചെയ്ത പോയിന്റ്സും ക്വസ്റ്റ്യൻ തന്നാൽ പഠിക്കണം. പഠിച്ചു. അതിന്റെ ഒരു എക്സാമ്പിൾ ഇൻഹിബിഷൻ ഓഫ് ഏത് എൻസൈം? സക്സിനിക് ഡീഹൈഡ്രോജനേസ്.
സക്സനിക് ഡീഹൈഡ്രോജനേസ് എവിടെയാണ് നമ്മൾ മുമ്പ് കണ്ട റെസ്പിറേഷൻ ഓഫ് പ്ലാന്റ്സ് ചാപ്റ്ററിൽ ക്രെബ്സ് സൈക്കിളില് കണ്ട എൻസൈമാണ് സക്സനിക് ഡീഹൈഡ്രോജനേസ്. അതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ മൈറ്റോകോൺഡ്രിയന്റെ ഇന്നർ മെമ്പറൈനിൽ കാണുന്ന എൻസൈം ആയിരുന്നു. ബാക്കി എല്ലാ ക്രെബ്സ് സൈക്കിൾ എൻസൈംസും മെട്രിക്സിലായിരുന്നു മൈറ്റോകോൺഡ്രിയന്റെ. പക്ഷെ ഇത് മാത്രം എവിടെയായിരുന്നു? ഇത് മാത്രം ഇന്നർ മെമ്പറൈനിലായിരുന്നു. ആൻഡ് കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്റേഴ്സ് കണ്ടു. ഇനി പഠിക്കാൻ പോകുന്നതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് നോമെൻക്ലേച്ചർ ഓഫ് എൻസൈം. എൻസൈമിന്റെ ക്ലാസിഫിക്കേഷനും നോമെൻക്ലേച്ചറും. അതിൽ ആദ്യം പറയാനുള്ളത് അതിന്റെ ഒരു ന്യൂമോണിക് ഉണ്ട്. ആ ഓർഡർ ഓരോ എൻസൈമിന്റെ ക്ലാസിഫിക്കേഷനിലും 6 ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. അതായത് എൻസൈംസ് എത്ര ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന 6 ക്ലാസ്സസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ആൻഡ് ഈച്ച് വിത്ത് എത്ര സബ് ക്ലാസ്സസ് കൂടി നോക്കിയിരിക്കണം. എത്ര സബ് ക്ലാസ് ഉണ്ട്? 4 to 13 സബ് ക്ലാസ്സസ് ഉണ്ട്. ഏതിന്? ഓരോ ക്ലാസിന്റെ താഴെയും 4 to 13 സബ് ക്ലാസ്സസ് ആണ് നമ്മൾ കാണുന്നത്. ആൻഡ് അതെങ്ങനെ നെയിം ചെയ്യുന്നത്? നെയിംഡ് അക്കോർഡിംഗ്ലി ബൈ എ 4-digit നമ്പർ. ഇത് സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചാൽ പറയാൻ പറ്റണം. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിൽ നല്ല ഇനിയിപ്പോ അഥവാ മറ്റ് ഓപ്ഷനിൽ ബൈ ഡാഷ് ഇട്ട് ചോദിച്ചാലും ഇതിന്റെ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിച്ചാലും അറിഞ്ഞിരിക്കണം. ഇനി എത്ര ക്ലാസ്സസ് ഉണ്ടെന്ന് പഠിച്ചു? 6 ക്ലാസ്സസ് ഉണ്ട്. ഇനി ഓരോ ക്ലാസ്സിന് എത്ര സബ് ഡിവിഷൻ ഉണ്ടെന്നോ അല്ലെങ്കിൽ സബ് ക്ലാസ് ഉണ്ടെന്ന് പഠിച്ചു. 4 to 13 സബ് ക്ലാസ്സസ് ഉണ്ടെന്ന് പഠിച്ചു. ആൻഡ് ഹൗ ആർ ദേ നെയിം അക്കോർഡിംഗ്ലി ബൈ എ 4-digit നമ്പർ. ഇനി അതിന്റെ ന്യൂമോണിക് എന്താന്ന് വെച്ചാല് ഓത്ത് ലിൽ. ഇത് അറിഞ്ഞിരിക്കുക. ഓർഡറിൽ തന്നെ അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഈ ഓരോന്ന് നമ്മൾ എന്താന്ന് കാണും. ആദ്യത്തെ ഓ എന്താ? ഓ ഓക്സിഡോ റിഡക്ടേസസ് എന്ന് പറഞ്ഞ ക്ലാസ്. അതിന്റെ വേറെ പേര് എന്ത് പറയും? ഡീഹൈഡ്രോജനേസ്. ഓ കണ്ടു. ഇനി ടി എന്താ? ടി രണ്ടാമത്തത് ട്രാൻസ്ഫറേസ്. ടി ഫോർ ട്രാൻസ്ഫറേസ്. ആദ്യം നമ്മൾ എൻസൈമിന്റെ ക്ലാസിന്റെ പേര് പഠിക്കണം. ആൻഡ് നമ്മൾ ഓരോന്നും എന്താ റിയാക്ഷൻ അറിഞ്ഞിരിക്കണം. ഇനി ടി കണ്ടു. ഇനി എച്ച് എന്താ? എച്ച് സ്റ്റാൻഡ്സ് ഫോർ ഹൈഡ്രോലേസസ്. കഴിഞ്ഞാൽ എൽ ലൈസസ്. ഐ ഫോർ ഐസോമറേസസ്. ആൻഡ് ഫൈനൽ എൽ ലൈഗേസസ്. ഇനി നമ്മൾ ഓരോ റിയാക്ഷനും എന്താണ് നടക്കുന്നത് കാണുമ്പോൾ അപ്പോ ഏതൊക്കെയാ? ഒ ടി എച്ച് എൽ ഐ എൽ. ഓത്ത് ലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വെക്കുക. ആൻഡ് ഓരോന്നിന്റെയും ഫംഗ്ഷനും അതിന്റെ എന്താ റിയാക്ഷൻ നടക്കുന്നത് നമ്മളിപ്പോ കാണും. ഇനി ഒരു കാര്യം പറയാല്ലേ, ഈ ലയേസസും ലൈഗേസസും തിരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. അതായത് ലൈഗേസസ് കഴിഞ്ഞിട്ടുള്ള ലയേസ്. ഫസ്റ്റ് ഏതാ? ലയേസ്. ലാസ്റ്റ് ആണ് ലൈഗേസ്. ഓത്ത് ലില്ലിഗ് എന്ന് ഓർത്ത് വെച്ചാൽ ഈ ലാസ്റ്റത്തെ ലൈഗേസ് ആണ് നമുക്ക് കുറച്ചും കൂടെ ഓർത്ത് വെക്കാൻ ഈസി ആയിരിക്കും. ഇനി നമുക്ക് 1 by 1 കാണണം. ആദ്യം ഓക്സിഡോ റിഡക്ടേസസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേസസ്. അതെങ്ങനെയാ? enzymes which catalyze oxido-reduction between 2 substrates S and S'. എക്സാമ്പിൾ വന്നിരിക്കുകയാണ്. ആദ്യം ഒരു സാധനം S reduced. ആദ്യത്തെ S' എന്ന് പറയുന്ന ഒരു ഓക്സിഡൈസ്ഡ് ഫോം ആണ്. അപ്പോ ഈ ഓക്സിഡോ റിഡക്ടേസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേസ് വെച്ച് കാറ്റലൈസ് ആയി കഴിയുമ്പോൾ ഈ റിയാക്ഷൻ എന്താ പറ്റുക? ആദ്യം റെഡ്യൂസ്ഡ് ആയിരുന്ന സാധനം പിന്നെ ഓക്സിഡൈസ്ഡ് ആയി. ആൻഡ് ആദ്യം ഓക്സിഡൈസ്ഡ് ആയിരുന്ന സാധനം പിന്നെ റെഡ്യൂസ്ഡ് ആയി. അപ്പൊ ഇങ്ങനെ ഓക്സിഡോ റിഡക്ടേസസ്, അതായത് ഒരു ഓക്സിഡേഷനും ഒരു റിഡക്ഷനും ഒരുമിച്ച് ടേക്ക് പ്ലേസ് ചെയ്യുന്നതുകൊണ്ട് ആ റിയാക്ഷനെ കാറ്റലൈസ് ചെയ്ത എൻസൈമിനെ എന്ത് വിളിച്ചു? ഓക്സിഡോ റിഡക്ടേസസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേസസ്. അപ്പൊ അത് കണ്ടു. ഇനി ട്രാൻസ്ഫറേസസ്. പേര് പോലെ തന്നെ എന്തിന്റെയോ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ട്രാൻസ്ഫർ നടക്കാൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിന് ട്രാൻസ്ഫറേസസ് എന്ന് വിളിക്കും. അതിൽ ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാൽ ട്രാൻസ്ഫർ ഓഫ് എ ഗ്രൂപ്പ്. ജി എന്ന് പറഞ്ഞ എക്സാമ്പിൾ എടുക്കണം. ആ ഗ്രൂപ്പിന് ജി നമ്മൾ ഡിനോട്ട് ചെയ്താൽ ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഷുഡ് നോട്ട് ബി ഹൈഡ്രജൻ. ഹൈഡ്രജൻ അല്ലാത്ത വേറെന്തും ആവാം ഇതില്. ബിറ്റ്വീൻ എ പെയർ ഓഫ് സബ്സ്ട്രേറ്റ് എസ് ആൻഡ് S'. അതായത് എസിന്റെ കൂടെ ഒരു ജി ആദ്യം ഉണ്ടായിരുന്നു ആൻഡ് ഒരു S'. ഈ റിയാക്ഷന് ശേഷം എന്താ പറ്റി? എസിൽ നിന്ന് ഈ ഗ്രൂപ്പ് ജി എന്ന് പറഞ്ഞ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഷുഡ് ബി അതർ ദാൻ ഹൈഡ്രജൻ, സം അതർ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പ് S' പോയി ട്രാൻസ്ഫർ ആയി. അങ്ങനെ ആ ട്രാൻസ്ഫർ നടക്കുന്നതുകൊണ്ട് അതിനെ എന്ത് വിളിച്ചു? ട്രാൻസ്ഫറേസസ് എന്ന് വിളിച്ചു. ഇനിയുള്ളത് ഹൈഡ്രോലേസസ്. ഹൈഡ്രോലേസ് എന്താ? പേര് പോലെ തന്നെ ഇറ്റ് കാറ്റലൈസസ് എന്നുള്ളത് പഠിച്ചിരിക്കണം. എസ്റ്റർ, ഈതർ, പെപ്റ്റൈഡ്, ഗ്ലൈക്കോസിഡിക്, C സിംഗിൾ ബോണ്ട് C ഹാലൈഡ് ഓർ PN ബോണ്ട്സ്. ഇതിന്റെ ഏത് ബോണ്ട്സിന്റെയും ഹൈഡ്രോളിസിസ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമിനെ ഹൈഡ്രോലേസസ് എന്ന് വിളിച്ചു. ആൻഡ് നെക്സ്റ്റ് എക്സാമ്പിൾ ലയേസസ് എങ്ങനെയാ? ലയേസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഓർമ്മ വേണ്ടത് റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സ്. ആ പോയിന്റാണ് നമുക്ക് ആദ്യം ക്യാച്ച് കിട്ടേണ്ടത്.
അതായത് എൻസൈംസ് വിച്ച് കാറ്റലൈസ് ദ റിമൂവൽ ഓഫ് ഗ്രൂപ്സ് ബൈ സം അതർ മെക്കാനിസം അതർ ദെൻ ഹൈഡ്രോളിസിസ് ലീവിങ് ഡബിൾ ബോൺസ്. ഹൈഡ്രോളിസിസ് നടക്കുന്ന സാധനത്തിന് നമ്മൾ ഹൈഡ്രോലൈസിസ് എന്ന് വിളിച്ചു. ഹൈഡ്രോളിസിസ് അല്ലാണ്ട് രണ്ട് ബോണ്ട് തമ്മിൽ അടുത്തടുത്തുള്ള ഈ എക്സാമ്പിൾ നോക്കിയാൽ സി സിംഗിൾ ബോണ്ട് സിയിൽ എക്സും വൈയും ഉണ്ട്. ഈ എക്സും വൈയും എന്ത് ചെയ്തു? ഹൈഡ്രോളിസിസ് അല്ലാണ്ട് വേറെ ഏത് റിയാക്ഷൻ വഴിയും അത് റിമൂവൽ നടന്നു. ആ ഗ്രൂപ്പിന്റെ റിമൂവൽ നടന്ന് എന്ത് പറ്റി? അത് സെപ്പറേറ്റ് ആയി ആൻഡ് ഇറ്റ് ലെഫ്റ്റ് ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ ദ സി ആൻഡ് സി. അപ്പൊ നമ്മൾ എന്ത് കണ്ടു? ലയേസിസ് എന്താ ചെയ്തത്? ഇറ്റ് കാറ്റലൈസസ് ദ റിമൂവൽ ഓഫ് ഗ്രൂപ്സ്. എങ്ങനെ? സബ്സ്ട്രേറ്റ് റിമൂവ് ചെയ്ത് ഗ്രൂപ്പ്സ് റിമൂവ് ചെയ്ത് എന്താ വെച്ച ബൈ എ റിയാക്ഷൻ. ആ റിയാക്ഷന്റെ പ്രത്യേകത അത് ഹൈഡ്രോളിസിസ് ആവരുത്, അല്ലാണ്ട് ഒരു റിയാക്ഷൻ ആയിരിക്കണം. ഇനി മൂന്നാമത്തെ പോയിന്റ് ലീവിങ് ഡബിൾ ബോൺസ്. അത്രയുള്ളതാണ് ലയേസിസ്. ഇതും നമ്മൾ കണ്ടു. ഇനി ഐസോമറൈസിസ് പേര് പോലെ തന്നെ എങ്ങനെയാ? ഇൻക്ലൂഡ്സ് ഓൾ എൻസൈംസ് കാറ്റലൈസിങ് ഇന്റർ കൺവേർഷൻ ഓഫ് ഒപ്റ്റിക്കൽ ജിയോമെട്രിക് ഓർ പൊസിഷണൽ ഐസോമേഴ്സ്. ഈ ചാപ്റ്റർ നമ്മൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. ഈ ഐസോമെറിസത്തിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ ഈ അതായത് ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ജിയോമെട്രിക് അല്ലെങ്കിൽ പൊസിഷണൽ ഐസോമേഴ്സിനെ ഇന്റർ കൺവേർട്ട് ചെയ്ത് ഐസോമറൈസേഷന് ഉപയോഗിക്കുന്ന എൻസൈംസിനെ നമ്മൾ എന്ത് വിളിച്ചു? ഐസോമറൈസസ് എന്ന് വിളിച്ചു. ആൻഡ് ഫൈനലി ലൈഗേസസ് എന്താ? എൻസൈംസ് ലൈഗേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ലിങ്കിങ് ആണ്. അപ്പൊ അത് ലിങ്കിങ് എന്ന് പറയുന്ന ലിങ്കിങ് റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസിനെ നമ്മൾ ലൈഗേസസ് എന്ന് വിളിച്ചു. അപ്പൊ എന്താ? ലിങ്കിങ് ടുഗദർ ഓഫ് 2 compounds. എക്സാമ്പിൾ എന്താ? ജോയിനിങ് ഓഫ് CO അല്ലെങ്കിൽ CS അല്ലെങ്കിൽ CN അല്ലെങ്കിൽ PO എക്സെട്ര അങ്ങനത്തെ ബോൺസിന് ലിങ്ക് ചെയ്യുന്ന എൻസൈമിനെ നമ്മൾ എന്ത് വിളിച്ചു? ലൈഗേസസ് എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ നമ്മുടെ ഓത്ത് ലിലിക് എന്ന് പറഞ്ഞ ഇത് പഠിച്ചു, ന്യൂമോണിക് പഠിച്ചു ആൻഡ് 6 പഠിച്ചു. അതിന്റെ ഓർഡർ പഠിച്ചു. ലൈസസും ലൈഗേസസും മാറിപ്പോകാണ്ട് നോക്കാം. പിന്നെയുള്ള പോയിന്റ് എന്താ? ട്രാൻസ്ഫറേസിൽ ഗ്രൂപ്പിന്റെ ട്രാൻസ്ഫർ നടക്കും. ആ ഗ്രൂപ്പ് എന്തായിരിക്കരുത്? ഹൈഡ്രജൻ ഒഴിച്ച് വേറെന്തും ആയിരിക്കാം. ആൻഡ് ഹൈഡ്രോളിസിസ് വഴി ഹൈഡ്രോളിസിസ് റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യും. അതേപോലെ ലയേസിസ് എങ്ങനെയാ? റിമൂവൽ ഓഫ് ഗ്രൂപ്പ്സിന് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് റിമൂവൽ ചെയ്തിട്ട് എന്താ പറ്റുക? ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞ റിയാക്ഷൻ വഴി റിമൂവൽ എനി റിയാക്ഷൻ അതർ ദൻ ഹൈഡ്രോളിസിസ് ഒഴിച്ച് വേറെ ഏതെങ്കിലും വരുന്ന റിയാക്ഷൻ വഴി റിമൂവ് ചെയ്തിട്ട് എന്ത് ലീവ് ചെയ്യും? ഡബിൾ ബോണ്ട് ലീവ് ചെയ്യും ആദ്യത്തെ സബ്സ്ട്രേറ്റില്. പിന്നെ ഒപ്റ്റിക്കലും ജിയോമെട്രിക്കലും പൊസിഷണൽ ഐസോമേഴ്സും തമ്മിലുള്ള ഇന്റർ കൺവേർഷൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിനെ നമ്മൾ ഐസോമറേസസ് എന്ന് വിളിച്ചു. ആൻഡ് ലിങ്കിങ് ടുഗദർ ആണെങ്കിലോ ലിങ്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസിനെ ലൈഗേസസ് എന്ന് വിളിച്ചു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി കോഫാക്ടേഴ്സിനെ കുറിച്ച് ചെറിയൊരു പാരഗ്രാഫ്. കോഫാക്ടേഴ്സ് എന്താ? ആദ്യത്തെ നോട്ട് ചെയ്യുന്ന പോയിന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാല് നോൺ പ്രോട്ടീൻ കൺസ്റ്റിറ്റ്യുവൻസ്. എങ്ങനെ? നോൺ പ്രോട്ടീൻ കൺസ്റ്റിറ്റ്യുവൻസ് NCERT പറയുന്നു എൻസൈംസ് ആർ കമ്പോസ്ഡ് ഓഫ് one or several polypeptide chains. എൻസൈംസിൽ പല പോളിപെപ്റ്റൈഡ് ചെയിൻസും ഉണ്ടാവും. പക്ഷെ ചില കേസസിൽ നോൺ പ്രോട്ടീൻ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ത് ചെയ്യും? ബൈൻഡ് ചെയ്യും. എന്തിനോട്? എൻസൈമിനോട്. എന്തിന്? ടു മേക്ക് ദ എൻസൈം കാറ്റലിറ്റിക്കലി ആക്റ്റീവ്. കാറ്റലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ പ്രോട്ടീൻ കോൺസ്റ്റിറ്റ്യുവൻസ്. ആ നോൺ പ്രോട്ടീൻ എടുത്ത കീവേഡ് ആണ്. നോൺ പ്രോട്ടീൻ കോൺസ്റ്റിറ്റ്യുവൻസ് വന്ന് എൻസൈമിനെ ബൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ കോഫാക്ടർ എന്ന് വിളിച്ചു. കോഫാക്ടർ എന്താ ചെയ്യുന്നത്? ആക്ടിവേഷൻ ആണ് നടത്തുന്നത് എൻസൈംസിന്റെ. ഇൻ ദീസ് ഇൻസ്റ്റൻസസ് ദ പ്രോട്ടീൻ പോർഷൻ ഓഫ് എൻസൈം, പ്രോട്ടീൻ പോർഷൻ ഉണ്ട്, ഒരു നോൺ പ്രോട്ടീൻ പോർഷൻ ഉണ്ട്. പ്രോട്ടീൻ പോർഷൻ നമ്മൾ എന്ത് വിളിച്ചു? അപ്പോ എൻസൈം എന്ന് വിളിച്ചു. പ്രോട്ടീൻ പോർഷൻ നമ്മൾ വിളിച്ചു അപ്പോ എൻസൈം. അപ്പോയില് P വെച്ച് നമ്മൾ P ഫോർ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ഓർത്ത് വെക്കാം. അപ്പോ എൻസൈം പ്രോട്ടീൻ പോർഷൻ ആണ്. ഇനി കോഫാക്ടേഴ്സിനെ അങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് 3 kinds ആണ് അവരുള്ളത്. അവരെന്തൊക്കെയാവാം? ഒന്ന് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ്, ഒന്ന് കോ എൻസൈംസ്, ഒന്ന് മെറ്റൽ അയോൺസ്. അതായത് നോൺ പ്രോട്ടീൻ കമ്പോണന്റ് എന്തൊക്കെയായിട്ടാണ് ഐഡന്റിഫൈഡ് ആവുന്നത്? ഒന്നിക്കൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ആവാം, അല്ലെങ്കിൽ കോ എൻസൈംസ് ആവാം, അല്ലെങ്കിൽ മെറ്റൽ അയോൺസ് ആവാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എന്താണ്. അടുത്ത കീ പോയിന്റ് എന്ന് പറയുന്നത് പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എന്ന് പേരുമ്പോൾ തന്നെ ഈ R വെച്ച് നമുക്ക് ആലോചിക്കാം. ഇവിടെയും ഓർഗാനിക്കിലും ഒരു OR ഉണ്ട്. ആ OR തിരിച്ചിട്ടിട്ട് RO. അപ്പൊ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ആർ ഓർഗാനിക് കമ്പൗണ്ട്സ് ആൻഡ് ആർ ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം അതർ കോഫാക്ടേഴ്സ് ഇൻ ദാറ്റ് അവരെങ്ങനെയാ അവരുടെ മെയിൻ ഡിഫറൻസ്?
they are tightly bound to the apo enzyme. Apo enzyme നേരത്തെ എന്താന്ന് ഓൾറെഡി പറയുന്നു. അപ്പോ അതിൽ P stands for protein portion. പ്രോട്ടീൻ പോർഷൻ ഓഫ് എൻസൈം ആണ് അപ്പോ എൻസൈം. ഈ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് എങ്ങനെയാ? ഓർഗാനിക് കമ്പൗണ്ട് ആണ് ആൻഡ് ദേ ആർ വെരി ടൈറ്റ്ലി ബൗണ്ട് ടു ദി അപ്പോ എൻസൈം. ടൈറ്റ്ലി ബൗണ്ട് നോക്കുക, അപ്പോ എൻസൈം നോക്കുക, ഓർഗാനിക് കമ്പൗണ്ട് നോക്കുക. ആ മൂന്നാണ് അതിലെ കീ പോയിന്റ്സ്. ആൻഡ് ഫോർ എക്സാമ്പിൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സിന് എക്സാമ്പിൾ എന്താ വരുന്നത്? എൻസൈംസ് ലൈക്ക് പെറോക്സിഡേസും കാറ്റലൈസിലും എന്താ പറ്റുക? അവര് കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ എന്താന്ന് വെച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡിനെ ബ്രേക്ക് ചെയ്ത് വാട്ടറും ഓക്സിജനും തരിക. അതില് ആ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈംസ് ആയ പെറോക്സിഡേസിലും കാറ്റലൈസിലും പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് എന്താ? ഹീം ആണ് അതിൽ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്. അപ്പൊ ഹീമിന്റെ പ്രത്യേകത എന്താ? 3 പ്രത്യേകത നമുക്ക് അറിഞ്ഞിരിക്കണം. ഓർഗാനിക് കമ്പൗണ്ട് ആണ്, ടൈറ്റ്ലി ബൗണ്ട് ആണ്, എന്തിനോട്? അപ്പോ എൻസൈമിനോട് ടൈറ്റ്ലി ബൗണ്ട് ആണ്. അപ്പൊ ഹീം എന്താ? ഹീം ഇസ് ദ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി എൻസൈം. അപ്പൊ ആ സെന്റൻസ് തന്നാൽ അതിൽ റോങ് ആണോ കറക്റ്റ് ആണോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കാം. അടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞു 3 kinds ഓഫ് കോ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കണ്ടത്. പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ്, അടുത്തത് കോ എൻസൈംസ്, അടുത്തത് മെറ്റൽ അയോൺസ്. അപ്പോ ഇനി നമ്മൾ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ഓൾറെഡി കണ്ടു. ഇനി കോ എൻസൈംസ്. കോ എൻസൈംസ് എന്താ? അവരും ഓർഗാനിക് കമ്പൗണ്ട്സ് ആണ്. പക്ഷെ അവരുടെ അസോസിയേഷൻ എങ്ങനെയാ? ജസ്റ്റ് ഒരു ട്രാൻസിയന്റ്, അതായത് ഒരു ടെമ്പററി, വിച്ച് അക്കേഴ്സ് ഓൺലി ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് കാറ്റലൈസിസ്. കാറ്റാലിസിസ് നടക്കുന്ന സമയത്ത് മാത്രം ജസ്റ്റ് ഒരു ട്രാൻസിയന്റ് അറ്റാച്ച്മെന്റ് നടത്തുന്നതിന് കോ എൻസൈം എന്ന് വിളിച്ചു. അവരും ഓർഗാനിക് കമ്പൗണ്ട് ആണ്. അപ്പൊ എന്ത് മനസ്സിലായി? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സും കോ എൻസൈമും ഓർഗാനിക് കമ്പൗണ്ട്സ് ആണ്. പക്ഷെ മെയിൻ ഡിഫറൻസ്, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് ആർ ടൈറ്റ്ലി ബൗണ്ട് ടു ദി അപ്പോ എൻസൈം. പക്ഷെ കോ എൻസൈം അതേ സ്ഥലത്ത് അവരെങ്ങനെയാ? ടൈറ്റ്ലി ബൗണ്ട് ആവുന്നില്ല, അവര് ലൂസ് അസോസിയേഷൻ ആണ്, വിച്ച് ഇസ് ട്രാൻസിയന്റ്, വിച്ച് അക്കേഴ്സ് ഓൺലി ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് കാറ്റാലിസിസ്. ഇനി കോ എൻസൈംസ് എങ്ങനെയാ? സെർവ് എസ് കോ ഫാക്ടേഴ്സ് ഇൻ എ നമ്പർ ഓഫ് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻ. ഇനി ഒരു ക്വസ്റ്റ്യൻ വരുന്ന പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എസെൻഷ്യൽ കെമിക്കൽ കോമ്പണൻസ് ഓഫ് മെനി കോ എൻസൈംസ് ആർ വൈറ്റമിൻസ്. അങ്ങനെ കെമിക്കൽ കോമ്പണൻസ് ആയിട്ട് വൈറ്റമിൻ വരുന്ന എക്സാമ്പിൾ ഓഫ് എൻസൈംസിനെ ചോദിച്ചാൽ എന്ത് പറയാൻ പറ്റും? എക്സാമ്പിൾസ് ഓഫ് കോ എൻസൈംസിനെ ചോദിച്ചാൽ എന്ത് പറയാൻ? വൈറ്റമിൻ കോൺസ്റ്റുവന്റ് ആയിട്ട് വരുന്ന കോ എൻസൈം ഏതൊക്കെയാ? NAD, NADP. ഈ 2 സാധനങ്ങളിലും എങ്ങനെയാ? അവർക്ക് നിയാസിൻ എന്ന് പറഞ്ഞ വൈറ്റമിൻ കണ്ടെയ്നിങ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് അടുത്തത് നമ്പർ ഓഫ് എൻസൈംസ് റിക്വയർ മെറ്റൽ അയോൺസ് ഫോർ ദെയർ ആക്ടിവിറ്റി. അത് നമ്മൾ ഓൾറെഡി പഠിച്ചത്. മൂന്നാമത്തെ, ആദ്യത്തെ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് കണ്ടു, രണ്ടാമത്തത് കോ എൻസൈം കണ്ടു, ഇനി മൂന്നാമത്തെ മെറ്റൽ അയോൺസ്. മെറ്റൽ അയോൺസ് എങ്ങനെയാ? എന്താ ചെയ്യാം? അവർ ബോൺസ് ഉണ്ടാക്കും. എന്ത് ബോൺസ് ഉണ്ടാക്കും? കെമിസ്ട്രിയിൽ ഓൾറെഡി ഒരു കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും എന്താ കോർഡിനേഷൻ ബോൺസ് എന്ന്. കോർഡിനേഷൻ ബോൺസ് ഉണ്ടാക്കും. എങ്ങനെ? വിത്ത് സൈഡ് ചെയിൻസ്. എങ്ങോട്ടേക്ക്? അറ്റ് ദി ആക്റ്റീവ് സൈറ്റ്. ആൻഡ് അവരെന്താ ചെയ്യുക? അറ്റ് ദ സെയിം ടൈം ആക്റ്റീവ് സൈറ്റിനോട് സൈഡ് ചെയിൻസുമായിട്ട് കോർഡിനേറ്റ് ബോൺസ് ഉണ്ടാക്കും. അറ്റ് ദ സെയിം ടൈം ദേ ഫോം 1 or more കോർഡിനേഷൻ ബോൺസ്. സബ്സ്ട്രേറ്റുമായിട്ടും അവര് കോർഡിനേഷൻ ബോൺസ് ഫോം ചെയ്യും. ഈ മെറ്റൽ അയോൺ, ഇപ്പൊ ഞാനാണ് മെറ്റൽ അയോൺ, എന്റെ ഒരു കൈ ആക്റ്റീവ് സൈറ്റിലും ഒരു കൈ സബ്സ്ട്രേറ്റിലും ആയിരിക്കും. അങ്ങനെ ഞാൻ രണ്ടിനോടും കോർഡിനേഷൻ ബോണ്ട് ഫോം ചെയ്ത് ആ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യും. ആൻഡ് അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സിങ്ക്. സിങ്ക് എന്താ? സിങ്കറെ നമുക്കൊരു മെറ്റൽ അയോൺ ആണ്. മെറ്റൽ അയോൺ വിച്ച് ആക്ട്സ് ആസ് എ കോ ഫാക്ടർ. ഏത് എൻസൈമിന്? കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിന്. മെന്റൽ ന്യൂട്രീഷൻ നമ്മൾ ഓൾറെഡി പഠിക്കും. ഏതൊക്കെ എൻസൈംസ്, ഏതൊക്കെ മെറ്റൽ അല്ലെങ്കിൽ ഏതൊക്കെ എലമെന്റ്സ് ആണ് ഏതൊക്കെ എൻസൈമിനെ ഹെൽപ്പ് ചെയ്യുക കോ ഫാക്ടർ ആയിട്ടാണ്. അപ്പൊ അത് ഇവിടെയും കൂടെ നോട്ട് ചെയ്യാം. ഈ ചാപ്റ്ററിൽ എന്തായിരിക്കുന്നത്? കാർബോക്സി പെപ്റ്റിഡേസ് എന്ന് പറഞ്ഞ എൻസൈമിന് സിങ്ക് ഒരു കോ ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് catalytic activity is lost when the cofactor is removed from the enzyme, which testifies that they play a crucial role in the catalytic activity of the enzyme. ആ cofactor remove ചെയ്യുമ്പോൾ പറ്റും എൻസൈമിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടും. അപ്പൊ എങ്ങനെ നമുക്ക് മനസ്സിലാവാം? അപ്പൊ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നത് കൊണ്ട് അതിന്റെ ഇതെന്തായി? അതിന്റെ റിയാക്ഷൻ റേറ്റ് അറ്റ് വിച്ച് ദ റിയാക്ഷൻ അക്കേഴ്സ് അത് കുറഞ്ഞ് പഴയ പോലത്തെ രീതിയിലാവും. അതായത് ആ റിയാക്ഷൻ അൺകാറ്റലൈസ്ഡ് ആയിട്ട് റിമെയിൻ ചെയ്യും. അപ്പൊ ഇത്രയേ ഉള്ളൂ കോ ഫാക്ടറിനെ കുറിച്ച് പറയാനുള്ളത്. കോ ഫാക്ടർ പഠിച്ചു. കോ ഫാക്ടറിൽ 3 kinds പഠിച്ചു. എന്തൊക്കെ? പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്സ് കണ്ടു, കോ എൻസൈം കണ്ടു, മെറ്റൽ അയോൺസ് കണ്ടു, അതിന്റെ എക്സാമ്പിൾ കണ്ടു, അതിന്റെ പ്രത്യേകത കണ്ടു. ഇനി സമ്മറിയിലേക്ക് പോവാം. സമ്മറിയിൽ ഇമ്പോർട്ടന്റ് എന്താന്ന് പറഞ്ഞാല് ദ മോസ്റ്റ് അബണ്ടന്റ് കെമിക്കൽ ഇൻ ലിവിങ് ഓർഗാനിസം. എന്താ? ലിവിങ് നോട്ട് ചെയ്യണം. ലിവിങ് അല്ല, നോൺ ലിവിങ് അല്ല, ലിവിങ് ആണ്. മോസ്റ്റ് അബണ്ടന്റ് കെമിക്കൽ. ആ സെന്റൻസ് എന്നാൽ അതിന്റെ ആൻസർ വാട്ടറിന് സെലക്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ആൻഡ് സ്മോൾ മോളിക്കുലർ വെയിറ്റ് എന്ന് കൺസിഡർ ചെയ്യുന്ന ഏതിന് കുറവുള്ളത് തന്നെയാ? ലെസ് ദാൻ 1000 Daltons.
അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെ? അമിനോ ആസിഡ്സ്, മോണോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ്, ഫാറ്റി ആസിഡ്സ്, ഗ്ലിസറോൾ, ന്യൂക്ലിയോടൈഡ്സ്, അങ്ങനത്തെ എല്ലാ മോണോമേഴ്സും എങ്ങനെയാ സ്മോൾ മോളിക്കുലർ വെയിറ്റ് ഉള്ളതായിരിക്കും. ആൻഡ് എത്ര ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ഉണ്ടെന്ന് ഞാൻ പാർട്ട് 1 പറഞ്ഞിരുന്നു. എത്ര ടൈപ്പ് അമിനോ ആസിഡ് കണ്ടിരുന്നു? 20 ടൈപ്പ് ഓഫ് അമിനോ ആസിഡ്. ആൻഡ് എത്ര ടൈപ്പ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്? 5 ടൈപ്സ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ഫോസ്ഫോലിപ്പിഡ്സ് എന്താ, അതിന്റെ എക്സാമ്പിൾ എന്താ, അതിന്റെ ഡയഗ്രാം ഒക്കെ നോട്ട് ചെയ്തിരുന്നു. NCERT ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ആൻഡ് മാക്രോമോളിക്യൂൾസ് ഏതൊക്കെ ടൈപ്പ്? പ്രോട്ടീൻസ് ആൻഡ് എക്സാമ്പിൾ ഓഫ് മാക്രോമോളിക്യൂൾസ് വെച്ചാൽ പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, പോളിസാക്രൈഡ്. ലിവിങ് സിസ്റ്റത്തിൽ ഈ 3 കാണും. ആൻഡ് ലിപ്പിഡിനെ കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളത്? ലിപ്പിഡ് അവരുടെ മെംബ്രെയിന്റെ അസോസിയേഷൻ കാരണമാണ് അവർ മാക്രോമോളിക്കുലർ ഫ്രാക്ഷൻ വരുന്നത്. പക്ഷെ അവർ ആക്ച്വലി ഒരു സ്ട്രിക്റ്റ് മാക്രോമോളിക്യൂൾ അല്ല. ആൻഡ് പ്രോട്ടീൻസ് എന്താ നമ്മൾ കണ്ടു? ദേ ആർ ഹെട്രോപോളിമേഴ്സ്. ഹോമോപോളിമേഴ്സ് അല്ല, ഹെട്രോപോളിമേഴ്സ് ആണ്, മെയ്ഡ് ഓഫ് അമിനോ ആസിഡ്സ്. ആൻഡ് ന്യൂക്ലിക് ആസിഡ്സിന്റെ കോൺസ്റ്റുവൻസ് എന്താ? ന്യൂക്ലിയോടൈഡ്സ് ആണ് നമ്മൾ കണ്ടിരുന്നത്. ആൻഡ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് കണ്ടപ്പോ നമ്മൾ എന്തൊക്കെ കണ്ടു? പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടേഴ്സറി ഉണ്ട്, ക്വാട്ടർണറി ഉണ്ടെന്ന് കണ്ടു. ആൻഡ് ന്യൂക്ലിക് ആസിഡ് എങ്ങനെയാ? ന്യൂക്ലിക് ആസിഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ദേ സെർവ് എസ് ജനറ്റിക് മെറ്റീരിയൽ. ആൻഡ് പോളിസാക്രൈഡ്സ് കമ്പോണന്റ് പ്ലാന്റിന്റെ, ഫംഗൈന്റെ, എക്സോസ്കെൽട്ടൺ ഓഫ് ആർത്രോപോഡ്സിന്റെ ഒക്കെ. എക്സോസ്കെൽട്ടൺ ഓഫ് ആർത്രോപോഡും ഫംഗൈനും കോൺസെപ്റ്റ് നമ്മൾ കൈറ്റിൻ പഠിച്ചു. അങ്ങനെ സെൽ വോൾ ഓഫ് പ്ലാന്റ്സിൽ സെല്ലുലോസ് പഠിച്ചു. അങ്ങനെ കുറെ എക്സാമ്പിൾ ഞാൻ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് പറഞ്ഞിരുന്നു. ആൻഡ് ദേ ആർ ഓൾസോ സ്റ്റോറേജ് ഫോം ഓഫ് എനർജി. എങ്ങനെ? പ്ലാന്റ്സിൽ സ്റ്റാർച്ച്, ആനിമൽസിൽ ഗ്ലൈക്കോജൻ. പിന്നെ നമ്മൾ പ്രോട്ടീൻ എന്താന്ന് കണ്ടു, എൻസൈംസ് എന്താന്ന് കണ്ടു, പ്രോട്ടീന്റെ പല പല ഫംഗ്ഷൻസ് കണ്ടു, സെല്ലുലാർ ഫംഗ്ഷൻസ് ഓഫ് പ്രോട്ടീൻസിന് നമ്മളൊരു ടേബിൾ കണ്ടിരുന്നു. അതിന്റെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് GLUT4 കുറിച്ച് പറഞ്ഞിരുന്നു, ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്ലൂക്കോസ്. ആൻഡ് മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ആനിമൽ വേൾഡ്. ആനിമൽ വേൾഡിലെ മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ കൊളാജൻ. ആൻഡ് ഹോൾ ഓഫ് ബയോസ്ഫിയർ ചോദിക്കുകയാണെങ്കിൽ റുബിസ്കോ ആണ്. അത് ഫോട്ടോസിന്തസിസ് ചാപ്റ്റർ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ആൻഡ് എൻസൈംസ് ആർ പ്രോട്ടീൻസ് വിച്ച് കാറ്റലൈസ് ബയോകെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ സെൽ. അതും നമ്മൾ പഠിച്ചു. കാറ്റാലിസിസിന് യൂസ് ചെയ്യുന്ന സാധനമാണ് എൻസൈംസ്. ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് എല്ലാ എൻസൈമും പ്രോട്ടീൻ അല്ല. ചിലത് ന്യൂക്ലിക് ആസിഡ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ന്യൂക്ലിക് ആസിഡ് കൊണ്ട് ഉണ്ടാക്കുന്നതിന് നമ്മൾ റൈബോസൈം എന്ന് വിളിച്ചു. ആൻഡ് പ്രോട്ടീനേഷ്യസ് എൻസൈംസ് എക്സിബിറ്റ് സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി, റിക്വയർ ഒപ്റ്റിമം ടെമ്പറേച്ചർ. അത് ആ സെൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടീനേഷ്യസ് എൻസൈംസ് സബ്സ്ട്രേറ്റ് സ്പെസിഫിക് ആയിരിക്കണം, ഒപ്റ്റിമം ടെമ്പറേച്ചറും pH ആയിരിക്കണം. ആൻഡ് ഹൈ ടെമ്പറേച്ചറിൽ അവർ ഡീനേച്ചേർഡ് ആവും. അൺലൈക്ക് ഇനോർഗാനിക് കാറ്റലിസ്റ്സ്. ആൻഡ് എൻസൈംസ് എങ്ങനെയാ? ആക്ടിവേഷൻ എനർജി കുറക്കും ആൻഡ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. ഈ സെന്റൻസ് പലതവണ സ്റ്റേറ്റ്മെന്റ്സിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രിന്റഡ് ആയിട്ട് വരുന്നതാണ്. എൻസൈംസ് ലോവർ ആക്ടിവേഷൻ എനർജി ആൻഡ് എൻഹാൻസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ. എൻസൈംസ് ഇൻക്രീസ് ദ ആക്ടിവേഷൻ എനർജി, എൻസൈം ലോവർ ദ ആക്ടിവേഷൻ എനർജി, അങ്ങനത്തെ ഓപ്ഷൻ തന്നെ. ആൻഡ് എൻഹാൻസ് ആണോ റേറ്റ് ഓഫ് റിയാക്ഷൻ, ഡിക്രീസ് ആണോ, അങ്ങനെയൊക്കെ ചോദിച്ചാൽ തെറ്റിക്കാണ്ട് എഴുതാൻ അറിഞ്ഞിരിക്കണം. ആൻഡ് ന്യൂക്ലിക് ആസിഡ് അറിയാം, ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് സെർവ് ചെയ്യുന്ന സാധനമാണ്. ആൻഡ് ഇസ് ട്രാൻസ്ഫേർഡ് അല്ലെങ്കിൽ പാസ്ഡ് ഓൺ ഫ്രം പേരന്റൽ ജനറേഷൻ ടു ദി പ്രോജനി. അത്രേ ഉള്ളൂ. ഇത്രയാണ് ചാപ്റ്റർ. ചാപ്റ്ററിന് ഡയഗ്രാംസും NCERTയിലെ സെന്റൻസസും എക്സാമ്പിൾസും. മോസ്റ്റ് അബണ്ടന്റ് പ്രോട്ടീൻ ഏതാ? പിന്നെ ബ്രാഞ്ചിങ് ഇല്ലാത്ത പോളിസാക്രൈഡ്സ്, പിന്നെ ടെസ്റ്റ്സ് ഫോർ ഐഡന്റിഫൈങ് ഇഫ് ഇറ്റ്സ് റെഡ്യൂസിങ് ഷുഗർ ഓർ നോട്ട്, അങ്ങനത്തെ ടെസ്റ്റ്സ്. പിന്നെ ഫോസ്ഫോലിപ്പിഡിന്റെ ഡയഗ്രാം, അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. ഇനി നമുക്ക് എക്സസൈസിലേക്ക് പോവാം. എക്സസൈസിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ മാക്രോമോളിക്യൂൾസ്, ഗിവ് എക്സാമ്പിൾസ്. നമുക്കറിയാം മാക്രോമോളിക്യൂൾസ് എന്താ? മാക്രോ പേര് പോലെ തന്നെ ലാർജ് സൈസ്ഡ് ആണ്. ആൻഡ് അവരുടെ മോളിക്കുലർ വെയിറ്റ് എന്താ? ഹൈ ആയിരിക്കും. ആൻഡ് അവരെങ്ങനെയാ? സോൾബിലിറ്റി ഇൻ വാട്ടർ എങ്ങനെയാ? അവര് പുവർലി സോൾബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് അവര് മാക്രോമോളിക്കുലർ ഫ്രാക്ഷനിൽ വന്നിരിക്കുന്നത്. ആൻഡ് അവര് പുവർലി സോൾബിൾ ആണ്. ആൻഡ് അവര് ഫോം ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? മൈക്രോമോളിക്യൂൾസ് കണ്ടൻസേഷൻ നടന്ന് ഒരു ചെയിൻ പോലെ ഫോം ചെയ്തിട്ടാണ് ഈ മാക്രോമോളിക്യൂൾസ് ഉണ്ടാവുക. ആൻഡ് എക്സാമ്പിൾ നമ്മൾ പഠിച്ചിരുന്നു. അതിൽ പ്രോട്ടീൻ, പോളിസാക്രൈഡ്, ന്യൂക്ലിക് ആസിഡ് എഴുതാം, ലിപ്പിഡ് എഴുതരുത്. കാരണം ലിപ്പിഡ് എങ്ങനെയാ? ലിപ്പിഡ് എന്ന് പറയുന്നത് ഒരു സ്ട്രിക്റ്റ് മാക്രോമോളിക്യൂൾ അല്ല. ആൻഡ് ഒരു കാര്യം കൂടി ഉണ്ട്, മാക്രോമോളിക്യൂളിന്റെ മോളിക്കുലർ വെയിറ്റ് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000 ഡാൽട്ടൺ. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is meant by the tertiary structure of proteins? നമുക്കറിയാം tertiary structure എന്താ? Tertiary structure is necessary for what?
നെസസറി ഫോർ ബയോളജിക്കൽ ഫങ്ഷൻസ്. ആ പോയിന്റ് വിടാണ്ട് എഴുതുക. ബയോളജിക്കൽ ഫങ്ഷൻസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ടെർഷ്യറി സ്ട്രക്ചർ ആണ്. ആൻഡ് അതൊരു 3D ഗ്ലോബുലാർ സ്ട്രക്ചർ ആണ്. എന്നിട്ട് അത് ഏതുപോലെ ഇരിക്കും? ഒരു വുള്ളൻ ബോൾ ലൈക്ക് സ്ട്രക്ചർ ആണ്. അതിൽ എന്തൊക്കെ ബോൺസ് ഉണ്ടാവും? അയണിക് ബോണ്ട്, ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രോഫോബിക് ബോണ്ട് ആൻഡ് ഡൈസൾഫൈഡ് ബോണ്ട്. ഇത്രയും ബോൺസ് ഉണ്ടാവും. ഇനി എക്സാമ്പിൾസ് എന്താ ടെർഷ്യറി സ്ട്രക്ചറിന്റെ? എൻസൈംസ്, മയോഗ്ലോബിൻ, ഗ്ലോബുലിൻസ് ഓഫ് പ്ലാസ്മ. പ്ലാസ്മയിലത്തെ ഗ്ലോബുലിൻ, മസിൽസിലെ മയോഗ്ലോബിൻ, എൻസൈംസ്, ഇവരൊക്കെ എന്താ ടെർഷ്യറി സ്ട്രക്ചർ ആണ്. കാരണം ഇതൊക്കെ സെർവ് ചെയ്യും എന്തിന്റെ? ബയോളജിക്കൽ ഫങ്ഷൻസിന്. ഇനി ഒരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഇൻട്രസ്റ്റിംഗ് സ്മോൾ മോളിക്കുലർ വെയിറ്റ് ബയോമോളിക്കുലർ സിസ്റ്റം പോലെ ഇഷ്ടമുള്ളതുപോലെ എഴുതുക. ആൻഡ് അതത്രയും നീറ്റിന്റെ ആംഗിളിൽ നോക്കുമ്പോൾ അതത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. പക്ഷെ ജസ്റ്റ് ആ സ്ട്രക്ചർ നോട്ട് ചെയ്ത് വെക്കാം. ആദ്യം വരച്ചിരിക്കുന്ന ഗ്ലൂക്കോസ് എങ്ങനെയാ വരക്കുക? ഓക്സിജന്റെ പൊസിഷൻ, അതിന്റെ ഫംഗ്ഷൻ എന്താ? ഇത്രയും കാര്യം നോക്കി വെക്കാം. അടുത്തത് റൈബോസ്. നമുക്കറിയാം റൈബോസ് എന്താ? ഒരു ന്യൂക്ലിയോ സൈഡ് ആണ്. ആൻഡ് അത് എവിടെയാണ് കാണുന്നത്? DNA ന്യൂക്ലിയോസൈഡ് ആയിട്ട് വരുന്ന സാധനമാണ് റൈബോസ്. ഇനി തൈറോസിന്റെ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് അതിന്റെ യൂസസ് എന്താ? തൈറോക്സിൻ, മെലാനിൻ ആൻഡ് അഡ്രിനാലിൻ ഇത്രയും ഉണ്ടാക്കുന്നതാണ് തൈറോസിന്റെ യൂസ്. ഇനി ഗ്ലൈസീൻ എന്താ? ഗ്ലൈസീൻ ഹീമിന്റെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഗ്ലൈസീൻ. അതൊരു അമിനോ ആസിഡ് ആണ്. ഏറ്റവും ബേസിക് സ്ട്രക്ചർ ആണ് ഗ്ലൈസീന്റെ. ആൻഡ് ഒരു അമിനോ ഗ്രൂപ്പ്, ഒരു കാർബോക്സിലിക് ഗ്രൂപ്പ്, ഒരു H, പിന്നെ R ഗ്രൂപ്പിന്റെ സ്ഥലത്ത് വരുന്ന എന്താ? ഗ്ലൈസീനില് ഒരു H ഗ്രൂപ്പ് തന്നെ. അടുത്തത് തൈമിൻ എന്താ? തൈമിൻ DNA കാണുന്ന നൈട്രജൻ ബേസ് ആണ് തൈമിൻ. അതിന്റെ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് അഡിനിൻ. അഡിനിൻ എങ്ങനെയാ? RNAയിലും ന്യൂക്ലിയോടൈഡ്സിലും അഡിനിന്റെ A ആണ് ATPയിലത്തെ A എന്ന് എല്ലാവർക്കും അറിയാലോ. ആൻഡ് അടുത്തെന്താ? FADയിലും NADയിലും ഒക്കെ കാണാൻ പറ്റും. അടുത്ത ഡയഗ്രാം ട്രൈഗ്ലിസറൈഡ്. എന്താ സാധനം? അത് റെസ്പിറേറ്ററി ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യാം എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ബൈ ഓക്സിഡേഷൻ. സ്ട്രക്ചർ ഓഫ് ട്രൈഗ്ലിസറൈഡ് NCERTയിലും കൊടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. അടുത്തെന്താ? കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്താ നമുക്കറിയാം? സ്റ്റിറോയിഡ് ഹോർമോൺസിന്റെ പ്രിപ്പറേഷൻസിന് വേണ്ടിയുള്ള പ്രിക്കേഴ്സർ ആയിട്ട് കൊളസ്ട്രോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് മെഡുലറി ഷീത്തിന്റെ ഫോർമേഷനിൽ നമുക്കറിയാം കൊളസ്ട്രോൾ ഇസ് പ്രസന്റ്. എനിക്ക് കൊളസ്ട്രോൾ സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആണ്. ഈ OHന്റെ പൊസിഷൻ, ഈ CH3ന്റെ പൊസിഷൻ, ഇവിടുത്തെ ഈ ബ്രാഞ്ചിങ് ആൻഡ് ഈ ഹോൾ ബ്രാഞ്ചിങ്, ഈ 4 സാധനം ഇമ്പോർട്ടന്റ് ആണ്. 4 ഡയഗ്രാം തന്നാൽ ഇതിൽ ഏതാ കൊളസ്ട്രോൾ? കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തന്നാൽ നമുക്കത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കണ്ടുപിടിക്കാനുള്ള ബോധം വേണം. ബീവാക്സ് എങ്ങനെയാ? യൂസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബീവാക്സ്, പോളിഷസ്, കാൻഡിൽസ് എക്സെട്ര. അതിന്റെ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ഫോസ്ഫോലിപ്പിഡിന്റെ എങ്ങനെയാ? ഫോസ്ഫോലിപ്പിഡ് എന്തിന്റെ? സെൽ മെംബ്രെയിന്റെ കോമ്പണന്റ് ആയിട്ട്, മെഡുലറി ഷീത്തിന്റെ കോമ്പണന്റ് ആയിട്ടൊക്കെ കാണുന്നതാണ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആ ഡയഗ്രാം നോക്കി വെക്കാം. ഇനി മേക്ക് എ ലിസ്റ്റ് ഓഫ് പ്രോട്ടീൻസ് യൂസ്ഡ് ആസ് തെറപ്യൂട്ടിക് ഏജൻസ്. അതായത് തെറപ്പിയിൽ അല്ലാണ്ട് മെഡിസിൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോട്ടീൻസ് ഏതാ? ആൻഡ് അതർ ആപ്ലിക്കേഷൻസ് എന്തൊക്കെ? ആൻഡ് ആൻസേഴ്സ്: ആന്റിബോഡീസ് ആയിട്ട് സ്നേക് ബൈറ്റിനെയും ടെറ്റനസിനെയും സമയത്ത് നമുക്ക് ഗാമ ഗ്ലോബുലിൻസ് ആണ് ട്രീറ്റ്മെന്റിന് ഉപയോഗിക്കുക. അതിൽ കാണുന്ന ആന്റിബോഡീസ് ഈ പ്രോട്ടീൻ ആണ്. ആൻഡ് ലിവർ സിറോസിസും നെഫ്രോട്ടിക് സിൻഡ്രോം എല്ലാം വന്നാൽ എന്താ അതിൽ കാണാൻ പറ്റുന്ന ഇൻവോൾവ് ആയിട്ടുള്ള പ്രോട്ടീൻ ഏതാ? ഹ്യൂമൻ ആൽബുമിൻ. ആൻഡ് ബ്ലഡ് ക്ലോട്ടിങ്ങിൽ കാണാൻ പറ്റുന്ന അതിന്റെ പ്രോട്ടീൻ ഏതാ? ത്രോംബിനും ഫൈബ്രിനോജനും. ഇനി ഹോർമോൺ ഡെഫിഷ്യൻസി ഡിസീസസ് വന്നാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പോളിപെപ്റ്റൈഡ് ഹോർമോൺസ് ആണ് അതിന്റെ ട്രീറ്റ്മെന്റിന് കൊടുക്കുക. അതർ യൂസസ് എന്താ? അതർ യൂസസ് ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് ആ ഒരു ടേബിൾ ഉണ്ട് ടെക്സ്റ്റില്, അതും വേണമെങ്കിൽ എഴുതി വെക്കാവുന്നതാണ്. കോസ്മെറ്റിക് യൂസസ് കെരാറ്റോലൈറ്റിക് പ്രോട്ടീൻസ്, ഗ്ലൂട്ടാ പ്രോട്ടീൻ, ഗ്ലൂട്ട് ഫോർ പ്രോട്ടീൻ എന്താ? ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്തത് എക്സ്പ്ലെയിൻ ദ കോമ്പസിഷൻ ഓഫ് ട്രൈഗ്ലിസറൈഡിന്റെ കോമ്പസിഷൻ. ട്രൈഗ്ലിസറൈഡ് എങ്ങനെ ഉണ്ടാവുന്നത്? ഗ്ലിസറോൾ എന്ന് പറഞ്ഞ സാധനം 3 ഫാറ്റി ആസിഡ്സിനോട് കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെ? എസ്റ്റർ ബോണ്ട് വഴി 3 ഫാറ്റി ആസിഡിനോട് കമ്പൈൻ ചെയ്യുമ്പോൾ ഏത് പോയിന്റിൽ വെച്ചാൽ കമ്പൈൻ ചെയ്യുന്നത്? ഓൺ ഈച്ച് ഓഫ് ദി OH ഗ്രൂപ്പ് വഴി 3 ഫാറ്റി ആസിഡ്സിനോട് ഗ്ലിസറോൾ പ്ലസ് 3 ഫാറ്റി ആസിഡ്സ് ആണ് ട്രൈഗ്ലിസറൈഡ്. പേര് പോലെ തന്നെ ഒരു ഗ്ലിസറോളും ഉണ്ട്, ട്രൈ അത് 3 ഫാറ്റി ആസിഡ്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എസ്റ്റർ ബോണ്ട്സ്. പിന്നെ ഫാറ്റി ആസിഡ് എങ്ങനെ ഫോം ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്.
ആൻഡ് എക്സാമ്പിൾ എന്താ പ്യൂർ ട്രൈഗ്ലിസറൈഡിന്റെ എക്സാമ്പിൾ ട്രൈപാമിറ്റിൻ ആൻഡ് മിക്സ്ഡ് ട്രൈഗ്ലിസറൈഡ് എക്സാമ്പിൾ പാമിറ്റോ ഒലിയോസ്റ്റിയറിൻ. ഇത്രയും നോക്കി വെക്കുക. ആൻഡ് അടുത്ത അമിനോ ആസിഡിന്റെ സ്ട്രക്ചർ, അലാനിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. അലാനിന് R ഗ്രൂപ്പിന്റെ സ്ഥലത്ത് വരുന്ന CH3. ഇതേപോലെ സെറീൻ ആണ് ചോദിച്ചെങ്കിൽ നമ്മൾ എന്ത് എഴുതണം? സെറീന് R ഗ്രൂപ്പ് എന്താ? CH2OH. ഇതേപോലെ ഗ്ലൈസീന്റെ ആണ് ചോദിച്ചെങ്കിൽ എന്ത് എഴുതും? ഗ്ലൈസീനില് R ഗ്രൂപ്പ് എന്താ? H. അലാനിനില് CH3. വാട്ട് ആർ ഗംസ് മെയ്ഡ് ഓഫ്? ഇസ് ഫെവിക്കോൾ ഡിഫറെന്റ്. ഇതൊക്കെ വെറുതെ ജനറൽ നോളജ് നോക്കി, ഇതൊന്നും നീറ്റിന്റെ ഇതിൽ അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. എന്നാലും ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുക. കാരണം NCERT ഉണ്ട് എന്നുള്ളൊരു പോയിന്റ് കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചുകൂടാന്നില്ല. ഇനി ഗംസ് എന്താ? നാച്ചുറൽ ഹെട്രോപോളിസാക്കറൈഡ്സ് മെയ്ഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ഡിഫറെന്റ് മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ലിങ്ക്ഡ് ബൈ, നമുക്കറിയാം ഹെട്രോപോളിസാക്കറൈഡ്സിൽ കാണുന്ന ബോണ്ട് ചെയ്ത ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ്. ഫെവിക്കോൾ എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഫെവിക്കോൾ ഡിഫറെന്റ് ആണ് ഗംസിൽ നിന്നും, കാരണം അതൊരു സിന്തറ്റിക് പോളിമർ ആണ്. ആൻഡ് അതെന്താ? പോളിവിനൈൽ ആൽക്കഹോൾ ഗ്ലൂ ആണ് ഫെവിക്കോൾ. ഇത്രയും നോക്കി വെക്കാം. ഇനി ഈ ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. ഫൈൻഡ് ഔട്ട് ദി ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ പ്രോട്ടീൻസ്, ഫാറ്റ്സ് ആൻഡ് ഓയിൽസ്, അമിനോ ആസിഡ്സ് ആൻഡ് ടെസ്റ്റ് എനി ഫ്രൂട്ട് ജ്യൂസ്, സലൈവ, സ്വെറ്റ് ആൻഡ് യൂറിൻ ഫോർ ദം. ഈ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ഫ്രൂട്ട് ജ്യൂസിലോ സലൈവയിലോ ഈ പറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കാം. ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആയതുകൊണ്ട് അതിന്റെ ഗുണം എന്താ? ജസ്റ്റ് പ്രസന്റ് ആണോ അല്ലയോ എന്ന് മാത്രമേ അറിയാൻ പറ്റൂ. ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അല്ല, കാരണം ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പ്രോട്ടീന്റെ ടെസ്റ്റിനെ വിളിക്കുന്നവര് ബയോറിക് ടെസ്റ്റ്. അത് എങ്ങനെയാ ചെയ്യുന്നത്? അത് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. ആൻഡ് ഒബ്സർവേഷനും പഠിച്ചു വെക്കാം. അതിങ്ങനെ ബയോറിക് ടെസ്റ്റിൽ നമ്മളൊരു സാമ്പിൾ എടുക്കും. നമുക്ക് തന്നിരിക്കുന്ന സാമ്പിൾ ഇപ്പൊ യൂറിനോ എന്താന്ന് വെച്ചൊരു സാമ്പിൾ എടുക്കും. അത് ഒരു 2 ml എടുത്തു. അതിലേക്ക് നമ്മൾ എന്തിടും? 1 ml ഓഫ് 5% എണ്ണ ഒഴിച്ചിടും. ഇനി അടുത്ത എന്താ ആഡ് ചെയ്യും? 2 ഡ്രോപ്പ് ഓഫ് 2% aqueous CuSO4 കോപ്പർ സൾഫേറ്റ്. 2% കോപ്പർ സൾഫേറ്റ് 2 ഡ്രോപ്സ് ഇടും. ഇനി കുറച്ചു നേരം സ്റ്റാൻഡ് ചെയ്യാൻ വെക്കും. അതായത് ജസ്റ്റ് അതേപോലെ വെച്ചിരിക്കും. അത് കഴിഞ്ഞ് ഒരു ബ്ലൂ വയലറ്റ് കളറേഷൻ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ആണ്, അതായത് അതിൽ പ്രോട്ടീൻ പ്രസന്റ് ആണെന്ന് പറയാം. അപ്പൊ ഒബ്സർവേഷൻ എന്താ ആഡ് ചെയ്യുന്നത്, എന്തിലോട്ട് ആഡ് ചെയ്യുന്നത് പഠിച്ചു നോക്കാം. ഇനി ഫാറ്റ്സ് ആൻഡ് ഓയിൽസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് സുഡാൻ ബ്ലാക്ക് ബി ടെസ്റ്റ് എന്ന് പറഞ്ഞ പേരിലാണ്. അതിലെന്താ ചെയ്യുന്നത്? ഫാറ്റ് സൊല്യൂഷൻ എടുക്കുക. അതിന് തന്ന ഏതെങ്കിലും സൊല്യൂഷൻ എടുക്കുക. എത്ര ml? 1 ml. അതിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടെസ്റ്റിന്റെ പേര് പോലെ തന്നെ ആ റിയേജന്റ് ആഡ് ചെയ്യുക. 4 ഡ്രോപ്സ് ഈ സുഡാൻ ബ്ലാക്ക് ബി എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്ത് ഷേക്ക് ചെയ്യുക. ആൻഡ് ഇതിൽ ഒരു ബീക്കറിൽ ഡിസ്റ്റിൽ വാട്ടർ വെച്ചിട്ട് അങ്ങോട്ടേക്ക് കണ്ടന്റ് ഷേക്ക് ചെയ്തിരിക്കുന്ന കണ്ടന്റ് ഒഴിച്ചു വെക്കാം. ആൻഡ് അതിൽ ഫാറ്റ്സ് ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ വാട്ടറിന്റെ സർഫസിൽ ബ്ലാക്ക് കളറിൽ ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യും. വാട്ടറിന്റെ സർഫസിൽ ബ്ലാക്ക് കളറിൽ ഫാറ്റ് ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്ത് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റും അതിന് ഫാറ്റ്സും ഓയിൽസും പ്രസന്റ് ആണ്. ആൻഡ് അമിനോ ആസിഡിന്റെ ടെസ്റ്റ് ചെയ്താൽ അതിന്റെ പേര് നിൻഹൈഡ്രിൻ ടെസ്റ്റ്. എങ്ങനെയാ വെച്ചാൽ 3 ml സാമ്പിൾ എടുക്കുക. അതിലേക്ക് 0.5 ml 1% നിൻഹൈഡ്രിൻ ടെസ്റ്റ്. ഫാറ്റ്സ് ആൻഡ് ഓയിൽസിന് സുഡാൻ ബ്ലാക്ക് ബി കണ്ടു. പ്രോട്ടീൻസിന് ബയോറിറ്റ് കണ്ടു. ആൻഡ് നമ്മൾ ഈ പറഞ്ഞ സാധനം ചെയ്ത് നോക്കാം. ഈ നോക്കാം. അതിന്റെ അവിടെ സോഷ്യൽ ആണ്. ആൻഡ് കുറച്ച് ചിന്തിക്കാനുള്ള ലോസ് വെജിറ്റേഷൻ എത്ര കളഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി പേപ്പർ ഫ്രം വുഡ് പൾപ്പ് ആൻഡ് കോട്ടൺ. എങ്ങനെയാ നമ്മൾ ഫാക്ട്സ് നോക്കുമ്പോൾ മനസ്സിലാവും. 100 billion tons ഓഫ് ഗ്ലൂക്കോസ് ആണ് പ്രിപ്പയർ ആവുന്നത് ബൈ ദ പ്ലാന്റ്സ് ഓൾ ഓവർ ദി വേൾഡ്. ആൻഡ് 1 ton ഓഫ് പേപ്പർ ഉണ്ടാക്കാൻ 17 ഫുൾ ഗ്രോൺ ട്രീസ് വേണം. അപ്പൊ 17 ഫുൾ ഗ്രോൺ ട്രീസ് അത്രയും നശിപ്പിച്ചിട്ടാണ് നമുക്ക് 1 ton ഓഫ് പേപ്പർ കിട്ടുന്നത്. ഇനി ഡിസ്ക്രൈബ് ദി ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ് ഓഫ് എൻസൈംസ്. എൻസൈംസ് ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു, ഞാനിപ്പോ ജസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? ഹൈ മോളിക്കുലർ വെയിറ്റ് ആണ്, കോംപ്ലക്സ് മാക്രോ മോളിക്യൂൾസ് ആണ്. ഓൾമോസ്റ്റ് ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. പക്ഷെ ചിലത് റൈബോസൈം ആണ്, കാരണം അതിൽ നിന്ന് ന്യൂക്ലിക് ആസിഡ് ആണ് കിട്ടുന്നത്. ന്യൂക്ലിക് ആസിഡ് പ്രോട്ടീൻ
എൻസൈമായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിനെ റൈബോസൈം വിളിച്ചു. ആൻഡ് അവരെന്താ ചെയ്യുക, ബയോകെമിക്കൽ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ഒരു സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അവരെന്ത് ചെയ്യും, എൻഹാൻസ് ചെയ്യും റിയാക്ഷന്റെ റേറ്റ് ആൻഡ് ദെയർ ആക്ഷൻ സ്പെസിഫിക്. ഏത് എൻസൈം ഏത് റിയാക്ഷനും കാറ്റലൈസ് ചെയ്യുന്നല്ല, ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാൻ അതിന്റെ പ്രത്യേകമായിട്ടുള്ള അതിന്റെ സ്പെസിഫിക് ആയിട്ട് എൻസൈം തന്നെ വേണം. പിന്നെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എൻസൈം ആക്ടിവിറ്റി അതൊക്കെ എഴുതാം. ഒപ്റ്റിമം ടെമ്പറേച്ചർ, ഒപ്റ്റിമം pH, കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ്, എങ്ങനത്തെ ഗ്രാഫ് അതൊക്കെ വരച്ചു കഴിഞ്ഞാൽ. ഇനി ഞാനിതിൽ പ്രോബബ്ലി വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യും. ഞാനത് സൈഡിൽ എഴുതി വെക്കും. ഒരു ഓവറോൾ റിവിഷനും ആവും ചാപ്റ്ററിന്റെ. അപ്പോ ആദ്യം എന്താ കണ്ടത്, ആദ്യം നമ്മൾ എന്ത് കണ്ടു, ഓർഗാനിക് കോമ്പോസിഷൻ അറിഞ്ഞിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഓർഗാനിക് കമ്പൗണ്ട്സിന്റെ അനാലിസിസ് നടത്തണമെങ്കിൽ നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ആ മെത്തേഡിന്റെ പേര് കെമിക്കൽ അനാലിസിസ്. അതെങ്ങനെയാ നടത്തുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ് എങ്ങനെയാ, ആ പ്രോസസ്സിങ്ങിന് ടിഷ്യൂനോട് എന്ത് സാധനം മിക്സ് ചെയ്യുന്നു ചോദിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതെന്താ മിക്സ് ചെയ്യുന്ന ട്രൈ ക്ലോറോ അസറ്റിക് ആസിഡ് ആൻഡ് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കി കിട്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും, ഈ പ്രോസസ്സ് വെച്ചാണ് നമ്മളിങ്ങനെ രണ്ട് സെക്ഷൻ ആയിട്ട്, രണ്ട് പൂളായിട്ട് ഡിവൈഡ് ചെയ്ത് ആസിഡ് സോൾയുബിളും ആസിഡ് ഇൻസോൾയുബിൾ പൂളും. ഇനി എന്താ ചോദിക്കാം, ബയോമൈക്രോ മോളിക്യൂൾസിന്റെയും മാക്രോ മോളിക്യൂൾസിന്റെയും ഡിഫറൻസ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ലിപ്പിഡ് ഒരു സ്ട്രിക്റ്റ് പോളിമർ ആണോ, അത് അടുത്ത ക്വസ്റ്റ്യൻ. അത് സെന്റൻസ് വൈസ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരിക, ഇനോർഗാനിക് കെമിക്കലിന്റെ അനാലിസിസ് എങ്ങനെയാ ചെയ്യുക, അതിന്റെ പേരെന്താ, ഇനോർഗാനിക് കെമിക്കൽസിന്റെ അനാലിസിസ് വിളിക്കുന്നത് ആഷ് അനാലിസിസ് എങ്ങനെയാ ചെയ്യുക, നമുക്കറിയാം ടിഷ്യൂ എടുത്തു, അതിന്റെ ഡ്രൈ വെയിറ്റ് കണ്ടുപിടിച്ചു, കമ്പാഷൻ വഴി നമ്മൾ ഓക്സിഡൈസ് ചെയ്ത് അതിന്റെ റിമൂവബിൾ സാധനം, അതായത് ഓർഗാനിക് കമ്പൗണ്ട്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് ബാക്കി കിട്ടുന്ന സാധനം നമ്മൾ ലാബിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കും. ആ ആഷിനെയാണ് നമ്മൾ പിന്നെ അനലൈസ് ചെയ്ത് ഇനോർഗാനിക് കെമിക്കൽസ് എത്രയുണ്ടെന്ന് പറയാം. ഇനി മെറ്റബോളൈറ്റ്സ് കണ്ടിരുന്നു, പ്രൈമറി മെറ്റബോളൈറ്റും സെക്കൻഡറി മെറ്റബോളൈറ്റും. അതിന്റെ ഡിഫറൻസ് കണ്ടിരുന്നു. ഡയറക്റ്റ് റോൾ ഇൻ ബേസൽ മെറ്റബോളിസം കാണിക്കുന്ന ഏത് മെറ്റബോളൈറ്റ്, പ്രൈമറി മെറ്റബോളൈറ്റ്. സെക്കൻഡറി എന്ന് വിളിക്കാൻ കാരണം അതിനൊരു ഡയറക്റ്റ് റോൾ ഇല്ലാത്തതുകൊണ്ട്. ആൻഡ് കാർബോഹൈഡ്രേറ്റ്സിൽ അടുത്ത പോയിന്റ്, കാർബോഹൈഡ്രേറ്റ്സിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്താ, OHും CHO അല്ലെങ്കിൽ C ഡബിൾ ബോണ്ടോ. പിന്നെ നമ്മൾ കണ്ടിരുന്നു ട്രയോസ്, ടെട്രോസ്, പെന്റോസ്, ഹെക്സോസ്, ഇതിന്റെ ഒക്കെ എക്സാമ്പിളും കണ്ടിരുന്നു. ആൻഡ് നമ്മൾ ഫെലിങ്സ് അല്ലെങ്കിൽ ബെനഡിക്സ് ടെസ്റ്റ് എങ്ങനെയാ ചെയ്യുക, അതിന്റെ പ്രിൻസിപ്പിൾ എന്തായിരുന്നു, ബ്ലൂ കളേർഡ് Cu2+ നമ്മുടെ സാമ്പിളുമായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക, ഈ സാമ്പിള് ഒരു റെഡ്യൂസിങ് ഷുഗർ ആയിരുന്നെങ്കിൽ Cu2+ അത് റെഡ്യൂസ് ചെയ്ത് Cu+ ആവും. അതിന്റെ കളർ എങ്ങനെയാ, ആദ്യം ബ്ലൂ ആയിരുന്നു, പിന്നെ അതിന് റെഡ് ആയിട്ട് വരും. അപ്പൊ നമുക്ക് ആ ഒബ്സർവബിൾ ചേഞ്ച് മനസ്സിലാവും അതിൽ റെഡ്യൂസിങ് ഷുഗർ ഉണ്ട്. ഇനി ഡൈസാക്രൈഡ്, അതിന്റെ എക്സാമ്പിൾസ് കണ്ടു. ഡൈസാക്രൈഡിന്റെ എക്സാമ്പിൾസ് എന്തൊക്കെ കണ്ടു, സൂക്രോസ്, ലാക്ടോസ്. ഇതിൽ റെഡ്യൂസിങ് ചെയ്താൽ നോൺ റെഡ്യൂസിങ് ചെയ്താൽ ഒരു സെന്റൻസ് വേണം, സൂക്രോസ് ഇസ് എ റെഡ്യൂസിങ് ഷുഗർ ബട്ട് ലാക്ടോസ് ഇസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ. ഇനി സെക്കൻഡ് ഓപ്ഷൻ, സൂക്രോസ് ഇസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ, ലാക്ടോസ് ഇസ് എ റെഡ്യൂസിങ് ഷുഗർ. ഇനി മൂന്നാമത്തെ ഓപ്ഷനിൽ ബോത്ത് ആർ നോൺ റെഡ്യൂസിങ്, നാലാമത്തെ ഓപ്ഷൻ ബോത്ത് ആർ റെഡ്യൂസിങ്. അങ്ങനെ ചോദിച്ചാൽ എന്താ ആൻസർ, സൂക്രോസ് നോൺ റെഡ്യൂസിങ് ആണ് ആൻഡ് ലാക്ടോസ് എങ്ങനെയാ റെഡ്യൂസിംഗും ആണ്. അതിലെ ബോണ്ട് നമുക്കറിയാം, ഇതില് α1 β2 ആണ് ആൻഡ് അതിന്റെ മോണോമേഴ്സ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിരുന്നു. ഈ റെഡ്യൂസിംഗ് ആയ ഇതില് ബോണ്ട് β1 ഫോർ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ആയിരുന്നു ആൻഡ് ഇതില് ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിരുന്നു. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റാർച്ച് ഇസ് ഡാഷ് പോളിസാക്രൈഡ്, ഹോമോ ആണോ ഹെട്രോ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആൻസർ എന്താ, സ്റ്റാർച്ച് എന്ത് പോളിസാക്രൈഡാ, സ്റ്റാർച്ച് ഹോമോ പോളിസാക്രൈഡ് ആണ്. ആൻഡ് അതിന് എത്ര ഫോംസ് ഉണ്ട്, ഡാഷ് ഫോംസ്. അതിനെന്താ ആൻസർ പറയും, സ്റ്റാർച്ചിന് 2 ഫോംസ് ഉണ്ട്. അത് ഏതൊക്കെയാ, അമൈലോസ് ആൻഡ് അമൈലോപെക്റ്റിൻ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇതില് അമൈലോസിസ് ബ്രാഞ്ച്ഡ് വൈൽ അമൈലോപെക്റ്റിൻ ഇസ് അൺബ്രാഞ്ച്ഡ്, അല്ലെങ്കിൽ തിരിച്ചു വയ്ക്കുക, ഇതിലേതാ ബ്രാഞ്ച് ഇതിലേതാ അൺബ്രാഞ്ച്ഡ്. അതെങ്ങനെ ഞാനൊരു 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരുന്ന ഈ ചാപ്റ്റർ പഠിപ്പിച്ച കോഴ്സിൽ അമൈലോസിന് നോ ബ്രാഞ്ചിങ് ആൻഡ് അമൈലോപെക്റ്റിന് ബ്രാഞ്ചിങ് പ്രസന്റ്. ബ്രാഞ്ചിങ് ആൽഫ 160 ഉണ്ടാവും. അപ്പൊ ഇത്രയും കാര്യം. ആൻഡ് ആനിമൽസിലെ സ്റ്റോറേജ് ഫോം ഗ്ലൈക്കോജൻ. ഇനുലിൻ ഇസ് എ പോളിമർ ഓഫ് ഏതിന്റെയാ, ഫ്രക്ടോസിന്റെ പോളിമർ ആണ് ഇനുലിൻ. ഇനുലിൻ ഹെൽപ്സ് ഇൻ ദ ഫംഗ്ഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനുലിൻ. ഇനി സെല്ലുലോസിസ് ബ്രാഞ്ച്ഡ് ആണോ അൺബ്രാഞ്ച്ഡ് ആണോ? സെല്ലുലോസിസ് അൺബ്രാഞ്ച്ഡ് ഓർ നോട്ട് എന്ന് ചോദിച്ചാൽ എന്താ, സെല്ലുലോസിന്റെ സ്ട്രക്ചറിൽ എങ്ങനെയാ, ബ്രാഞ്ചിങ് ഇല്ല, സെല്ലുലോസിസ് അൺബ്രാഞ്ച്ഡ്. ഇനി കൈറ്റിന്റെ മോണോമർ എന്താ, കൈറ്റിന്റെ മോണോമർ എന്താ, എൻ അസറ്റൈൽ ഗ്ലൂക്കോസാമീൻ. ആൻഡ് അത് എവിടെയാ കാണപ്പെടുന്നത്, ആർത്രോപോഡ്സിലും ഫംഗൽ സെൽ വാളിലും. ആർത്രോപോഡിന്റെ എവിടെ, ആർത്രോപോഡിന്റെ എക്സോസ്കെലിറ്റണിലും ഫംഗൽ സെൽ വാളിലാണ് കൈറ്റിൻ കാണപ്പെടുന്നത്. ആൻഡ് പ്രോട്ടീൻ കണ്ടപ്പോ നമ്മൾ എന്ത് പഠിച്ചിരുന്നു, പ്രോട്ടീൻ ഒരു മാക്രോമോളിക്യൂൾ ആണെന്ന് പഠിച്ചു. ആൻഡ് അമിനോ ആസിഡ്സിനെ ഗ്ലൈസിൻ, അലാനിൻ, സെറീൻ ഇതിന്റെ ഒക്കെ സ്ട്രക്ചർ കണ്ടു. ന്യൂട്രൽ ഏതാ, അസിഡിക് ഏതാ, ബേസിക് ഏതാ അമിനോ ആസിഡ് എന്ന് നമ്മൾ കണ്ടിരുന്നു. ന്യൂട്രൽ ഏതൊക്കെ വരും, ന്യൂട്രലിൽ വരുന്നത് ഗ്ലൈസിൻ, അലാനിൻ, വാലിൻ. ഇനി ബേസിക്കിൽ വരുന്നത് ആർജിനീൻ, ഹിസ്റ്റിഡീൻ, ലൈസീൻ, 3 എണ്ണം. അസിഡിക് നമുക്കറിയാം ഗ്ലൂട്ടാമിക് ആസിഡ്, അസ്പാർട്ടിക് ആസിഡ്. ഗ്ലൂട്ടാമിക് ആസിഡും അസ്പാർട്ടിക് ആസിഡും. ഇനി സൾഫർ കണ്ടെയ്നിങ് ഏതാന്ന് വെച്ചാൽ നമുക്കറിയാം ഏതൊക്കെയാ സൾഫർ കണ്ടെയ്നിങ് 2 എണ്ണമായിരുന്നു. ഏതൊക്കെ, സിസ്റ്റീനും മിത്തിയോനൈനും. ഇനി അരോമാറ്റിക് ഏതാ, ടൈറോസിൻ, ഫീനൈലലാനിൻ, ട്രിപ്റ്റോഫാൻ. ഇനി സ്വിറ്ററാൻ എന്താന്ന് കണ്ടിരുന്നു നമ്മൾ സൊല്യൂഷൻ ഇടുമ്പോൾ NH2 NH3 പ്ലസും COOH അമിനോ ആസിഡിന്റെ COOH COO മൈനസും ആകുമ്പോൾ ന്യൂട്രൽ നെറ്റ് ചാർജ് 0 വന്നാൽ സ്വിറ്റർ അയോൺ എന്ന് വിളിക്കും. ഇനി നെറ്റ് ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ അസിഡിക് എന്ന് വിളിക്കോ ബേസിക് എന്ന് വിളിക്കോ? നെറ്റ് ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ അസിഡിക് എന്ന് വിളിക്കും. ആൻഡ് നെറ്റ് ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ അതിനെ ബേസിക് എന്ന് വിളിക്കും. പ്രോട്ടീനിൽ എത്ര സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് ഉണ്ട്? മനുഷ്യരിൽ കാണുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൽ കാണുന്ന പ്രോട്ടീനിൽ 20 സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്. അതിൽ ഏതൊക്കെയാ എസെൻഷ്യൽ, ഏതൊക്കെയാ നോൺ എസെൻഷ്യൽ? 10 എസെൻഷ്യലും 10 നോൺ എസെൻഷ്യലും. എസെൻഷ്യൽ എന്ന് വെച്ചാൽ ബോഡിക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല, അപ്പൊ ന്യൂട്രീഷനിൽ കൂടി സപ്ലിമെന്റ് ചെയ്യണം. ആൻഡ് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് കണ്ടു. എന്തൊക്കെ, പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൻഡ് ക്വാട്ടർണറി. ക്വാട്ടർണറിന്റെ എക്സാമ്പിൾ അഡൽട്ട് ഹ്യൂമൻ ഹീമോഗ്ലോബിൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ട്രൈഗ്ലിസറൈഡ് എങ്ങനെയാ ഫോം ചെയ്തത്? 4 ഓപ്ഷൻ തന്നു. 3 ഗ്ലിസറോൾ, 1 ഫാറ്റി ആസിഡ്, 3 ഫാറ്റി ആസിഡ്, 3 ഗ്ലിസറോൾ, 3 ഗ്ലിസറോൾ, 2 ഫാറ്റി ആസിഡ്, 1 ഗ്ലിസറോൾ, 3 ഫാറ്റി ആസിഡ്. എങ്ങനെയാ ട്രൈഗ്ലിസറൈഡ് ഫോം ചെയ്യുന്നത്? ഒരൊറ്റ ഗ്ലിസറോളും 3 ഫാറ്റി ആസിഡും. ഈ ട്രൈഗ്ലിസറൈഡിന് ഒരുമിച്ച് 3 ഗ്ലിസറോൾ മോളിക്യൂളിന് തെറ്റിപ്പോരുത്. ഒരൊറ്റ ഗ്ലിസറോളേ ഉള്ളൂ. 1 ഗ്ലിസറോളും 3 ഫാറ്റി ആസിഡുമാണ് ഉള്ളത്. ആൻഡ് എൻസൈമിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. എൻസൈം എന്ന് വെച്ചാല് ഹോളോ എൻസൈം എന്ന് വെച്ചാൽ എന്താ, ഒരു ഹോൾ എൻസൈം, കംപ്ലീറ്റ് എൻസൈം. അതില് ഒരു പ്രോട്ടീൻ പാർട്ടും ഉണ്ട്, നോൺ പ്രോട്ടീൻ പാർട്ടും ഉണ്ട്. ഇതില് പ്രോട്ടീൻ പാർട്ടിനെ P ഫോർ പ്രോട്ടീൻ, P ഫോർ എന്തെന്ന് വിളിച്ചു, അപ്പോ എൻസൈം എന്ന് വിളിച്ചു. ഈ നോൺ പ്രോട്ടീനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, കോ ഫാക്ടർ. ഈ കോ ഫാക്ടർ തന്നെ എന്തുണ്ട്, 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഓർഗാനിക്, ഒന്ന് ഇനോർഗാനിക്. ഇനോർഗാനിക് നമുക്കറിയാം എന്ത്, ഇനോർഗാനിക് കാറ്റലിസ്റ്റിന്റെ പ്രത്യേകത നമ്മൾ കണ്ടിരുന്നു. എൻസൈംസ് വരെ ഡിഫർ ചെയ്ത്, ടെമ്പറേച്ചറിന്റെ സെൻസിറ്റിവിറ്റി ഇല്ല, ഹൈ ടെമ്പറേച്ചറിലും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഇനി ഓർഗാനിക്കിന്റെ എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെയുണ്ട്, കോ എൻസൈംസും പ്രോസ്തെറ്റിക് ഗ്രൂപ്പും. അതിന്റെ ഡിഫറൻസ് എന്ത് കണ്ടു, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് നമുക്കറിയാം ടൈറ്റ്ലി ബൗണ്ട്, കോ എൻസൈംസ് അതേസമയം ലൂസ് ആയിട്ട് ട്രാൻസിയൻ ബോണ്ട്,
ജസ്റ്റ് അറ്റ് ദി ടൈം ഓഫ് കോഴ്സ് ഓഫ് റിയാക്ഷന്റെ സമയത്ത് മാത്രം നടക്കുന്നത് ലൂസ് ബോണ്ട്. ഓരോ എൻസൈമിന്റെ പ്രോട്ടീനും ഉണ്ട്, നോൺ പ്രോട്ടീനും ഉണ്ട്. പ്രോട്ടീന് നമ്മൾ എന്ത് വിളിച്ചു? അപ്പോ എൻസൈം എന്ന് വിളിച്ചു. ആൻഡ് നോൺ പ്രോട്ടീൻ നമ്മൾ കോ ഫാക്ടർ എന്ന് വിളിച്ചു. കോ ഫാക്ടർ രണ്ട് തരം, ഓർഗാനിക് ഇൻഓർഗാനിക്. അതിൽ നമ്മൾ ഓർഗാനിക് ഡിവൈഡ് ചെയ്ത് കോ എൻസൈമും പ്രോസ്തെറ്റിക് ഗ്രൂപ്പുമായിട്ട് പഠിച്ചു. ഇനി നമ്മളൊരു ഗ്രാഫ് പഠിച്ചിരുന്നു, അതും ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാഫ് എന്താ കണ്ടത്? ഗ്രാഫിന്റെ വൈ ആക്സിസിൽ റിയാക്ഷന്റെ വെലോസിറ്റി കണ്ടു, എക്സ് ആക്സിസിൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഇതെന്ന് വെച്ചാൽ ഈ സ്ക്വയർ ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ. ആൻഡ് നമ്മൾ വെലോസിറ്റി വെച്ച് എങ്ങനെയാ പറഞ്ഞത്? റിയാക്ഷന്റെ ആദ്യം സബ്സ്ട്രേറ്റ് കൂടുന്നതിനനുസരിച്ച് വെലോസിറ്റി കൂടിക്കൂടി വരും. ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ എന്താ എൻസൈംസ് എക്സോസ്റ്റഡ് ആയി. പിന്നെ എത്ര സബ്സ്ട്രേറ്റ് കൂട്ടിയാലും ഡിഫറൻസ് ഒന്നുമില്ല, കാരണം എൻസൈംസ് ഓൾറെഡി എല്ലാം മാക്സിമലി യൂട്ടിലൈസ്ഡ് ആയി. അപ്പൊ അതിനെ നമ്മൾ എന്ത് വിളിച്ചു? നമ്മൾ വി മാക്സ് എന്ന് വിളിച്ചു. ആൻഡ് ഒരു സാധനം കൂടിയുണ്ട്, NCERT ടെക്സ്റ്റിൽ തന്നിരുന്ന ഒരു KM എന്ന് പറഞ്ഞൊരു സാധനം പോയിന്റ് മാർക്ക് ചെയ്തിരുന്നു. ഈ KM എന്ന് പറയുന്നത് എന്താ? മൈക്കിൾസ് മെന്റൻ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താ? ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. KM എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലാണ് മാർക്ക് ചെയ്തത്. അപ്പൊ ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ അറ്റ് വിച്ച് ദ റിയാക്ഷൻ ഷോസ് ഹാഫ് ഓഫ് ദി മാക്സിമം വെലോസിറ്റി. ഈ പോയിന്റിൽ വെലോസിറ്റി എങ്ങനെയായിരിക്കും? Vmax/2. The substrate concentration at which the reaction shows half the maximum velocity. അതിനെ നമ്മൾ മൈക്കിൾസ് മെന്റൻ കോൺസ്റ്റന്റ് എന്ന് വിളിച്ചു. ഇനി നമുക്ക് എന്തറിയാം? ഇനി നമുക്കറിയാം എൻസൈമാറ്റിക് ഇൻഹിബിഷനെ കുറിച്ച് പഠിച്ചിരുന്നു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ, കോമ്പറ്റിറ്റീവ് ഇൻഹിബിറ്റേഴ്സ്. കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ എങ്ങനെയാ? പ്രോസസ് എങ്ങനെയാ? റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? അത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റിവേഴ്സിബിലിറ്റി ഉണ്ടോ? കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ, അതായത് ഈ കോമ്പറ്റിറ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സിനെ മാറ്റിക്കഴിഞ്ഞാൽ എൻസൈമിന് പഴയ ആക്ടിവിറ്റി തിരിച്ചു കിട്ടും. അപ്പൊ അതെങ്ങനെയാ? റിവേഴ്സിബിൾ ആണ്. അത് നടക്കുന്ന എങ്ങനെ? എൻസൈമും സബ്സ്ട്രേറ്റും കൂടി ചേർന്നാല് പ്രോഡക്റ്റ് ഉണ്ടാവും. പക്ഷെ ഈ സബ്സ്ട്രേറ്റിന് പകരം സബ്സ്ട്രേറ്റിനെ കാണാൻ പോലെ ക്ലോസ്ലി റിസെംബിൾ ചെയ്യുന്ന ഒരു ഇൻഹിബിറ്റർ വന്നാൽ പ്രോഡക്റ്റ് ഉണ്ടാവോ ഇല്ലയോ? പ്രോഡക്റ്റ് ഉണ്ടാവില്ല. അടുത്ത പോയിന്റ്, കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ അല്ല, നോൺ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ. നോൺ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ എങ്ങനെയാ? റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ? അത് ഇറിവേഴ്സിബിൾ ആണ്. അതെങ്ങനെയാ പറയാ? ഒരു എൻസൈം ഉണ്ട്, ഒരു സബ്സ്ട്രേറ്റും ഉണ്ട്. ഈ എൻസൈമും സബ്സ്ട്രേറ്റും അടുത്ത് വരുമ്പോൾ ഒരു എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാക്കും. പക്ഷെ ഈ എൻസൈമിന് പകരം ഒരു ഇൻഹിബിറ്റർ ആണ് വരുന്നതെങ്കിൽ എങ്ങനെയാ? ഈ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിലല്ല, അലോസ്റ്റെറിക് സൈറ്റ്, അതായത് വേറൊരു സൈറ്റ്. ഇതാണ് എൻസൈം, ഇത് സബ്സ്ട്രേറ്റ് എങ്കിൽ ഈ പുതിയ സബ്സ്ട്രേറ്റ് ഇതാണ് ആക്റ്റീവ് സൈറ്റ് എങ്കിൽ ഇത് ജോയിൻ ചെയ്യുന്ന ഇവിടെ ഒരു അലോസ്റ്റെറിക് സൈറ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടാവും. ആ സൈറ്റിൽ ജോയിൻ ചെയ്ത് എങ്ങനെ ഇതിനെ ഇറിവേഴ്സിബിളി അതിനെ ജോയിൻ ചെയ്ത് ഇവിടെ കയറിയിരിക്കും പുതിയ ഇൻഹിബിറ്റർ. ആൻഡ് ഈ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിന്റെ ഷേപ്പും കോൺഫിഗറേഷനും ഒക്കെ മാറ്റി അതിനെ ഒരിക്കലും യൂട്ടിലൈസബിൾ അല്ലാത്ത ഫോമിലേക്ക് മാറ്റിയിട്ട് എങ്ങനെ അൺയൂട്ടിലൈസബിൾ ആയിട്ട് മാറ്റി. പിന്നെ അതിനെ ഒരിക്കലും കാറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇൻഹിബിഷൻ നടക്കുമ്പോൾ വിച്ച് ഇസ് ഇറിവേഴ്സിബിൾ, അതിനെ വിളിക്കുന്നതാണ് നോൺ കോമ്പറ്റിറ്റീവ് ഇൻഹിബിഷൻ. ഇനി സ്ട്രക്ചർ നോക്കാം. റൈബോസിന്റെ സ്ട്രക്ചർ ഓക്സിജന്റെ എവിടെയാണ് കാണുന്നത്? ആൻഡ് ഗ്ലൂക്കോസിൽ എങ്ങനെയാ? എത്ര നമ്പർ ഓഫ് കാർബൺസ് ഉണ്ട്? ഏത് OH ആണ് കോൺഫിഗറേഷൻ മാറി മേലോട്ട് കിടക്കുന്നത്? അങ്ങനെയൊക്കെ ഡിഫറെന്റ് ഓപ്ഷൻസ് തന്നാൽ പിക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ആൻഡ് ഗ്ലൈസീനിൽ H, അലാനിനിൽ CH3, സെറീനിൽ CH2OH. അതിന്റെ പൊസിഷൻ മനസ്സിലാക്കുക. പാമിറ്റിക് ആസിഡ് ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? കാർബോക്സിലിക് ആസിഡ് ഇൻക്ലൂഡ് ചെയ്ത് ഇതിന് എത്ര കാർബൺ ഉണ്ട്? 17 കാർബൺ ഉണ്ട്. പക്ഷെ കാർബോക്സിലിക് ആസിഡ് കൂട്ടാണ്ട് ഇതിന് എത്രയുണ്ട്? കാർബോക്സിലിക് ആസിഡ് കൂട്ടിയിട്ട് 16 കാർബൺ. കാർബോക്സിലിക് ആസിഡ് കൂട്ടാണ്ട് എത്ര? 14 + 1 15 കാർബൺ വിത്തൗട്ട് കാർബോക്സിലിക് ആസിഡ്. ഇത്രയും അറിഞ്ഞിരിക്കുക. അത് സെന്റൻസ് സ്റ്റേറ്റ്മെന്റ് ഫോമിൽ ചോദിച്ചാൽ പറയാൻ അറിഞ്ഞിരിക്കുക. ആൻഡ് ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ നോക്കി വെക്കാം. ഞാനൊരു NCERT സൊല്യൂഷനിൽ പറഞ്ഞ പോലെ ട്രൈഗ്ലിസറൈഡിന്റെ ഈ ഡയഗ്രാം തന്നിട്ട് ഐഡന്റിഫൈ R1 R2 R3 എന്ന് വെക്കും. അപ്പൊ എന്താ പറയും? R1 R2 R3 എന്താന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം ഈ 3 സാധനങ്ങളും ഫാറ്റി ആസിഡ്സ് ആണ്. എങ്ങനെ? R1 R2 R3 ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം അത് 3 ഫാറ്റി ആസിഡ്സ് ആണ്.
ആൻഡ് കൊളസ്ട്രോൾ സ്ട്രക്ചർ, OH എവിടെയാ, ഡബിൾ ബോണ്ട് എവിടെയാ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് അറിഞ്ഞിരിക്കുക. അഡിനിൻ, യുറാസിൽ ഏതാ ഐഡന്റിഫൈ ദ പ്യൂരിൻ ഫ്രം ദ ഫോളോയിങ് എന്ന് പറഞ്ഞ 3 പിരമിഡിനും ഒരു പ്യൂരിനും തന്നാൽ പ്യൂരിൻ ഏതാ പിരമിഡിൻ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കുക. പിന്നെ ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ എക്സാമ്പിൾ, ഈ എക്സാമ്പിൾ എന്നിട്ട് ഓഡ് വൺ ഔട്ടോ അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ റോങ് മാച്ച് എന്ന് ചോദിച്ചാൽ ആൽക്കലോയിഡ്സിന്റെ കൂടെ മോണോടെർപീൻസ് തന്നു. അപ്പൊ നമുക്കറിയാം ആൽക്കലോയിഡ്സ് അല്ല മോണോടെർപീൻസ്. മോണോടെർപീൻസ് എന്താ, ടെർപിനോയിഡ്സിന്റെ താഴെ വരുന്നതാണ്. അതിന്റെ എക്സാമ്പിൾ ആണ്. അങ്ങനെ ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. ആബ്രിനും റിസിനും, ആബ്രിൻ ആൻഡ് റിസിൻ ആർ എസെൻഷ്യൽ ഓയിൽസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ എന്താ നമുക്ക് പറയാം, ആബ്രിനും റിസിനും എസെൻഷ്യൽ ഓയിൽസ് അല്ല, ടോക്സിൻസ് ആണെന്ന് അറിഞ്ഞിരിക്കണം. അങ്ങനൊരു ജനറൽ ഹാർട്ട് ചെയ്ത് വെക്കണം ആ ടേബിൾ. പിന്നെ കോമ്പോസിഷൻ, അതിന്റെ ഓർഡർ പഠിച്ചു വെക്കുക. സെല്ലില് കാർബോഹൈഡ്രേറ്റ്സും ലിപ്പിഡ്സും ന്യൂക്ലിക് ആസിഡ്സും അയോൺസും വാട്ടർ എത്രയുണ്ട്. പിന്നെ നമുക്ക് എന്ത് മനസ്സിലായി, വാട്ടർ ആണ് മോസ്റ്റ് അബണ്ടന്റ്. ഈ ഡയഗ്രാം ഫങ്ഷൻസും ചോദിച്ചത്, ഈ ഫുൾ ഡയഗ്രാം അറിഞ്ഞിരിക്കണം. ദ റോങ് മാച്ച് ഏതാന്ന് വെച്ചാൽ ട്രിപ്സിൻ ഇസ് എ ഹോർമോൺ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വന്നു. അപ്പൊ നമുക്കറിയാം ട്രിപ്സിൻ ഹോർമോൺ അല്ല, ട്രിപ്സിൻ ഇസ് എൻ എൻസൈം. അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നാൽ തെറ്റാന്ന് പറയാനുള്ള രീതിയിൽ പഠിച്ചു വെക്കുക, റിവൈസ് ചെയ്യുക. അപ്പോൾ അതോടെ നമ്മുടെ ചാപ്റ്റർ തീർന്നു. ചാപ്റ്റർ നല്ലോണം റിവൈസ് ചെയ്യുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ബാക്കിയുള്ള ടെസ്റ്റ് പേപ്പർ സീരീസ് ഒക്കെ ചെയ്യുക. ആൻഡ് കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്യുക, മറന്നു പോകാണ്ട് നോക്കുക. ആൻഡ് NCERT വീണ്ടും വായിക്കുക. അത്രേ ഉള്ളൂ. അതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.